കലിപ്പൻ കാശിദേവിന്റെ മൊഞ്ചത്തി ഐഷ. രചന ഷാനിബ നിയാസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അവൻ പറഞ്ഞതോർത്തപ്പോൾ ഐഷയുടെ കയ്യിൽ നിന്ന് ചെടികൾ നനക്കുന്ന ഷവർക്കാൻ നിലത്തോട്ട് വീണു. എന്തോ ഒരു ഓർമ്മയിൽ കണ്ണു നിറച്ച് തിരിച്ച് കോണിയിറങ്ങുന്നവളെ രണ്ട് കൈകൾ വന്ന് വലിച്ചെടുത്ത് റൂമിലേക്ക് കയറ്റി വാതിലടച്ചു. തന്റെ ചുറ്റിൽ പരക്കുന്ന ലക്ഷറി പെർഫ്യൂമിന്റെ ഗന്ധത്തിൽ നിന്ന് തന്നെ അറിയാം അതാരാണെന്ന്. കാശി കുളിച്ച് ഡ്രസ്സ് മാറി താഴോട്ട് ഇറങ്ങുമ്പോഴാണ് അരുൺ ടെറസിലേക്ക് പോകുന്ന കണ്ടത്. എല്ലാവരും വ്യക്തമായി കേട്ടതാണ്. അവൻ തിരിച്ചിറങ്ങുമ്പോൾ വാതിലിന് പിന്നിൽ കാശി ഉണ്ടായിരുന്നു. തന്റെ മുന്നിൽ കാശിയാണെന്നും താനിപ്പോൾ അവന്റെ റൂമിലാണെന്നറിഞ്ഞും അവളൊന്ന് നീങ്ങിക്കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. നിനക്കാത്തവളുടെ ആ പ്രവൃത്തിയിൽ കാശിയൊന്ന് വിറച്ചു. അവന്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. ഏയ് ഐഷ! അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചു. എന്തിനാണ് താൻ ഇവനെ കെട്ടിപ്പിടിച്ചതെന്നും താൻ എന്തിനാണ് ഇവളെ ആശ്വസിപ്പിക്കുന്നതെന്ന് രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കുറച്ചു നിമിഷം രണ്ടുപേരും അങ്ങനെ നിന്നു. ഐഷ എനിക്ക് ആരൊന്നും അറിയണ്ട. അവനവളുടെ കണ്ണുകൾ തുടച്ചു. തിരിഞ്ഞടക്കാൻ നേരം അവൻ ആ കൈകൾ പിടിച്ചൊന്നുകൂടെ തന്നെ നേരെ നിർത്തി. നിനക്കെന്നെ വിവാഹം കഴിക്കാൻ സമ്മതാണോ? അവനവളുടെ കണ്ണുകളിലേക്ക് നോക്കി. കേട്ടതിന്റെ ആഘാതത്തിൽ ഐഷയൊന്ന് വിറച്ചുപോയി. എന്താ? താൻ കേട്ടെന്താണെന്ന ഭാഗത്തിൽ അവൾ വിറച്ചുകൊണ്ട് അവനെ നോക്കി. ഞാൻ തന്നെ വിവാഹം കഴിക്കാൻ പോവാ. താൻ സമ്മതിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അവൻ അതും പറഞ്ഞ് കൈവിട്ടു. പോയിക്കോ. അവൾക്ക് മുന്നിൽ വാതിൽ തുറന്നു കൊടുത്തു. എന്നാൽ അവളെ തേടി ടെറസിലേക്ക് വന്ന തങ്കു അവളെ കാണാതെ തിരിച്ചിറങ്ങുമ്പോഴാണ് പെണ്ണ് കാശിയുടെ റൂമിൽ നിന്നിറങ്ങുന്നത് കണ്ടത്. വാതിലുകൾ തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന തങ്കുവിനെ കണ്ട് കാശിക്ക് ചിരി വന്നു. നിങ്ങൾക്ക് എന്താടെ പണി? അവൾ രണ്ടുപേരെയും മാറി മാറി നോക്കി. ഐഷ ഒന്ന് പരിങ്ങി. അതോ നീ നേരത്തെ എന്നോട് കാര്യം ചോദിച്ചില്ലേ? അത് ഇവൾക്ക് സമ്മതാണോ എന്ന് അന്വേഷിച്ചതാ. അവനൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു. അതിമനോഹരമായ ആ ചിരി ആദ്യമായി കാണും പോലെ ഐഷ ഒരു നിമിഷം നോക്കിപ്പോയി. ഐഷ തങ്കുവളുടെ തോളിൽ പിടിച്ചു. എന്നാൽ അവളൊന്നും മിണ്ടാ തങ്കുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി. എടി ശരിക്കും? തങ്കു ചിരിയോട് അവളോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. പക്ഷെ പെണ്ണവന്റെ ചോദ്യത്തിന് അന്തമില്ല. ആ കിളി പോയിരിക്കുകയാണ്. ഡി ഐഷ! താഴെ റൂമിലെത്തിയപ്പോൾ തങ്കു ഒന്നുകൂടെ അവൾ കുലുക്കി വിളിച്ചു. തനു എന്താണ് നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഏട്ടൻ പറഞ്ഞത് സത്യമാണോ? നിനക്ക് എന്താ തനു? എന്നെ പോലെ ഒരാള്, അതും ഭാര്യയായിട്ട്. അങ്ങനെ അത്രയ്ക്ക് ഭാഗ്യദോഷിയാണോ? എടി പെണ്ണെ, ഞങ്ങളുടെ കണ്ണിൽ അങ്ങേരാടി ഏറ്റവും ഭാഗ്യം ചെയ്ത മനുഷ്യൻ. ഇനി നിന്നെ കെട്ടുകയും കൂടി ചെയ്താൽ കംപ്ലീറ്റ് ആയി. അവളൊരു ചിരിയോട് ഐഷയുടെ കയ്യിൽ പിടിച്ചു. നിനക്ക് എന്താ തനു? എൻ്റെ ലൈഫിൽ മൊത്തം പ്രശ്നങ്ങളാണ്. 3-4 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഞാനൊന്ന് നന്നായി ശ്വസിക്കുന്ന പോലും. അതും ഇനി എത്ര കാലത്തേക്കെന്ന് അറിയില്ല. എത്രയാണോ കിട്ടുന്നത് അത്രയും കാലങ്ങളിൽ എനിക്ക് സന്തോഷിക്കണം. അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അതുകൊണ്ട് ആ ടോപ്പിക്കോട് നിർത്തിയേക്ക്. ചുമ്മാ അങ്ങയുടെ തലയിൽ എന്നെ കെട്ടിവെച്ചിട്ട് അതിൻ്റെ ലൈഫ് കൂടി കളയണ്ട. ഉള്ളിൽ ആ വലിയ നോവ് മറച്ചു പിടിച്ചുകൊണ്ട് അവൾ തങ്കുവിനെ നോക്കി ചിരിച്ചു. ആ രാത്രി അവിടെ അവസാനിച്ചു. വീണ്ടും ഒരു ദിവസം രാവിലെ ഉറക്കമുണർന്നപ്പോൾ ഐഷ കാണുന്നത് രാവിലെ തന്നെ എങ്ങോട്ടോ പോകാനൊരുങ്ങുന്ന ദേവമ്മയാണ്. തങ്കുവാണെങ്കിൽ ഇപ്പുറത്ത് നല്ല ഉറക്കമാണ്. ഗുഡ് മോർണിംഗ് ദേവമ്മേ. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഇത് എങ്ങോട്ടാ? അമ്പലത്തിലേക്കാണോ? അതെ. ആ ഒരാൾ നോക്കി പുഞ്ചിരിച്ചു. എന്നാൽ ഞാനും വന്നോട്ടെ? ശ്രീദേവി അവളെ നോക്കി. സോറി, ഞാൻ വെറുതെ പറ്റില്ലെങ്കിൽ വേണ്ട. അതിനെന്താ പെണ്ണെ, ഞാൻ കരുതി എനിക്കൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് നിന്നോട് ചോദിക്കാഞ്ഞ്. അങ്ങനെയൊന്നുമില്ല ദേവമ്മേ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പോയപ്പോഴും കൂടെ വരട്ടേന്ന് വിചാരിച്ചു. പക്ഷെ ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാന്ന് വെച്ച് മിണ്ടാതിരുന്നാ. എന്നാ വേഗം റെഡിയായി വാ. അവളൊന്ന് തലകുലുക്കിക്കൊണ്ട് തങ്കുവിനെ വിളിച്ചു. അതിനെ വിളിക്കേണ്ട മോളെ, ചുമ്മാ നമ്മളെ സമയം കൂടി പോയി കിട്ടും. ദേവമ്മ സാരി എടുക്കുന്നതിനിടയിൽ പറഞ്ഞു. ഒരു വാക്കിംഗ് സ്റ്റിക്ക് കൊണ്ടാണ് നടത്തുമെങ്കിലും എന്തൊരു വൃത്തിയിലാണ് അവരെല്ലാം ചെയ്യുന്നത്. ഐഷ കുറച്ചു നേരം നോക്കിയിരുന്നു. പിന്നെ വേഗം ബാത്റൂമിൽ കയറി ഫ്രഷായി വന്നു. ഒരുങ്ങിക്കഴിഞ്ഞ് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേ കണ്ടു ഹാളിൽ സോഫയിൽ ദേവമ്മ ഇരിക്കുന്നു. ആൾ വേഗം അടുക്കളയിലേക്ക് നടന്നു. അവിടെ ചെറിയമ്മ ചായ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. അമ്മ വരുന്നില്ലേ? അവരെ തന്നെ വിളിക്കുമ്പോൾ അവൾ അമ്മ എന്നാണ് വിളിക്കാറ്. പോരാൻ വേണ്ടി വേഗം ഒരുങ്ങാൻ ഇറങ്ങിയതാ ശ്രീദേവിക്ക് ഒരു കൂട്ടായിട്ട്. അപ്പോഴാ അവള് പറഞ്ഞ നീയുണ്ടെന്ന്. ഇനിയിപ്പോൾ എൻ്റെ ആവശ്യമില്ലല്ലോ, നിങ്ങൾ പോയിട്ട് വാ. ഞാൻ 2 ദിവസം കഴിഞ്ഞ് അച്ഛമ്മയുടെ കൂടെ പോയിക്കോളാം. അവരൊരു ഗ്ലാസ് ചായ അവൾക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇതാ, ഇത് കുടിച്ചിട്ട് പോയിക്കോ. അവളത് വാങ്ങി കുടിച്ചുകൊണ്ട് ഗ്ലാസ് കഴുകി വെച്ച് ഹാളിലേക്ക് നടന്നു. അതേസമയം തന്നെയാണ് വണ്ടിയുടെ കീ എടുത്തുകൊണ്ട് കാശി ഇറങ്ങി വന്ന്. പോവാം. ഷർട്ടിന് സ്ലീവ്സ് ഒന്ന് മടക്കിക്കൊണ്ട് താഴെ എത്തിയപ്പോഴാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നവളെ കണ്ടത്. അവനെ കണ്ടത് ഒന്നേ നോക്കിയുള്ള ആ മുഖത്തേക്ക് ഒരു വെപ്രാളത്തോടെ വേഗം തിരിഞ്ഞു നിന്നു. അവന് അവളെയും നോക്കി. ഒരു തൂവെള്ള ചുരിദാറാണ് വേഷം. ഫുൾ സ്ലീവുള്ള ആ ഡ്രസ്സ് അവളുടെ ശരീരം മുഴുവനായി മറച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും ദിവസമായിട്ടും ഈ പെണ്ണിന്റെ ഒരു കൈത്തണ്ട പോലും കണ്ടിട്ടുണ്ടാവില്ല. അത്രമേൽ മറച്ചാണ് അവളുടെ ശരീരം കൊണ്ടുനടക്കാറ്. തലയിലെ തട്ടം മാത്രം താഴോട്ട് ഉതിർന്നു വീഴുമ്പോൾ തലമുടി കാണാറുണ്ട്. ഇത് തന്നെ തങ്ങളാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വലിച്ച് തലയിലേക്കിടും. ഒരിക്കൽ പെട്ടെന്ന് തങ്കുവിന്റെ റൂമിൽ കയറിയപ്പോൾ കണ്ടതാണ് ഇടതൂർന്ന ഇടുപ്പോളത്തിൽ നിൽക്കുന്ന മുടി. അത് തന്നെ കണ്ടപ്പോൾ മുട്ടിത്തിരിഞ്ഞ് ഷോളിന് വേണ്ടി പരക്കം പായുന്നവളോട് ഒരു സോറി പറഞ്ഞിറങ്ങിയിരുന്നു. പിന്നീട് അങ്ങോട്ട് അവളുടെ റൂമിൽ കയറുമ്പോഴേക്കൊന്ന് തട്ടിയിട്ടേ കിടക്കാറുള്ളൂ.
മിക്ക രാത്രിയിലും അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നവളുടെ ശരീരം മുഴുവൻ പുതപ്പിനുള്ളിലായിരിക്കും. അല്ലെങ്കിൽ താൻ വരുമ്പോൾ അമ്മ അങ്ങനെ ഇട്ടുകൊടുക്കാറുണ്ട്. മുഖം മാത്രം അമ്മയുടെ മാറിലേക്ക് പൂഴ്ത്തി വെച്ചിട്ടുണ്ടാവും. താൻ പോലും തന്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ കിടന്നിട്ട് എത്രയായെന്ന് അവൻ ആലോചിക്കാറുണ്ട്. എന്തൊക്കെയോ ഓർത്തുകൊണ്ട് കാശി തന്റെ മുന്നിൽ പുറംതിരിഞ്ഞു നിൽക്കുന്നവളെ നോക്കിക്കൊണ്ട് അടുത്ത് നിൽക്കുന്ന ശ്രീദേവിയെ നോക്കി. പോവാം. അവരൊരു ചിരിയോടെ സോഫയിൽ നിന്ന് എഴുന്നേറ്റു. ഐഷ ചെന്ന് അവരുടെ കയ്യിൽ പിടിച്ചു. കാശി, ഇത്തവണ ഇവളും കൂടി വരുന്നുണ്ടെന്ന് ശ്രീദേവി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവനൊന്ന് മൂളിക്കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി പോർച്ചിലേക്ക് നടന്നു. ഐഷയാണെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ സ്റ്റെക്കായി നിന്നു. ഇങ്ങേരുടെ കൂടെയാണ് പോകുന്നതെന്ന് പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവരുടെ നിന്ന് പോയപ്പോൾ രാമേട്ടനായിരുന്നു ഡ്രൈവർ. ഇങ്ങേര് ഇത്രയും രാവിലെ ഇത് തീരെ പ്രതീക്ഷിച്ചതേയില്ല. ശ്രീദേവിയുടെ കൈ പിടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ താൻ എങ്ങനെ ഇല്ല എന്ന് പറയുന്നതാണ് അവൾ ഓർത്ത്. കയറ് മോളെ. ശ്രീദേവി മുന്നിൽ കയറിയിട്ട് എന്തോർത്ത് നിൽക്കുന്ന ഐഷയോടായി പറഞ്ഞു. ആളും തലയാട്ടിക്കൊണ്ട് അവൻ ഇടങ്ങണ്ണാലെ നോക്കി. ആള് സ്റ്റിയറിംഗിൽ കൈവച്ച് മുന്നോട്ട് നോക്കിയിരിക്കുന്നു. ഐഷ പതിയെ വണ്ടിയിൽ കയറി ഡോറടച്ചു. വണ്ടി മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ തന്നെ കാശി വണ്ടിക്കുള്ളിൽ മിറന്ന് ശരിയാക്കി വെച്ചു. അതറിഞ്ഞ പോലെ ഐഷ ഒരരികിലേക്കായി ഒന്നുകൂടെ നീങ്ങിക്കൊണ്ട് പുറത്തേക്ക് നോക്കി. അമ്പലത്തിലൊന്നും പോവാത്ത ആളാണല്ലോ. ദേവമ്മ 2-3 ആൾ വിളിച്ചു വന്നില്ല എന്നൊക്കെ താൻ പറഞ്ഞു കേട്ടിരുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിലിരിക്കുമ്പോൾ ഐഷ ഓർത്തു. സത്യം പറഞ്ഞാൽ വീട്ടിലിരുന്ന് മടുത്താണൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഒരിക്കൽ രാത്രി തനുവിന്റെ കൂടെ പുറത്തു പോയതല്ലാതെ പിന്നെയെല്ലാം അതിനുള്ളിലായിരുന്നു. തന്റെ അബ്ബയുണ്ടായിരുന്നപ്പോൾ എവിടെയെല്ലാം പോയിരുന്നു. ഫ്രീ ടൈമിൽ അബ്ബയെ ശല്യപ്പെടുത്തും. തന്നെ ഒന്ന് മലകയറ്റാൻ കൊണ്ടുപോകുമോ എന്നും ചോദിച്ചു. അബ്ബ കിടപ്പിലായപ്പോൾ മുതൽ എല്ലാം പോയി. അമ്പലമുറ്റത്ത് വണ്ടി സൈഡാക്കി ഇറങ്ങുമ്പോഴാണ് അവൾക്ക് ബോധം വന്നത്. സീറ്റ് ബെൽറ്റ് ഊരി വണ്ടിയിൽ നിന്നിറങ്ങിയ കാശിയും കണ്ടു. കണ്ണു തുടച്ച് വേഗം പുറത്തേക്ക് ഇറങ്ങുന്നവളെ. അവൾ വേഗം വന്ന് ശ്രീദേവിയെ പിടിച്ചു. വേണ്ട മോളെ, ഞാൻ നടന്നോളാം. നീ പിടിച്ച് നടത്തി കുറച്ച് കാലിനൊരു ബലം വന്ന പോലെയുണ്ട്. കഴിഞ്ഞ ആഴ്ച ഫിസിയോതെറാപ്പിസ്റ്റ് പറയുകയും ചെയ്തു ഒരുപാട് മാറ്റമുണ്ടല്ലോ എന്ന്. ശ്രീദേവി അവളെ നോക്കി കാശിയോടായി പറഞ്ഞു. അവൻ മറുപടി അറിയാതെ ശ്രീദേവിയുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. ഐഷ, നീ വരുന്നില്ലേ? ഇല്ല, നിങ്ങൾ പോയിട്ടോ, ഞാനിവിടെ ഇരിക്കാം. കാശി ആരോടോ ഫോൺ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നിട്ടുണ്ട്. ഐഷ, അതിനുള്ളിലേക്ക് ആർക്കും കയറാം. ശരീരശുദ്ധിയോടൊപ്പം മനഃശുദ്ധിയുള്ള എല്ലാവരും ദൈവത്തിന്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. അതുകൊണ്ട് നിനക്ക് വരാനൊരു കുഴപ്പമില്ല. അയ്യോ, അതല്ല ദൈവമേ. എൻ്റെ വിശ്വാസങ്ങൾ പോലെ തന്നെ മറ്റുള്ളവരെയും ബഹുമാനിക്കാൻ തന്നെയാണ് എൻ്റെ അബ്ബ എന്നെ പഠിപ്പിച്ച്. പിന്നെ ഇതുവരെ വന്ന് എനിക്ക് അങ്ങോട്ട് വരാനും മടിയില്ല. പക്ഷെ ഇപ്പം വേണ്ട. നിങ്ങൾ അമ്മയും മോനും കൂടി പോയിട്ട് വാ. ഞാൻ പതിയെ വരാം. ഇവിടേക്കൊന്ന് ചുറ്റിക്കാണ്ടെ. നിങ്ങൾ നടന്നോളൂ. അവൾ ചുറ്റും നോക്കിക്കൊണ്ട് ദേവമ്മയോടായി പറഞ്ഞു. പിന്നെ അവരെ നിർബന്ധിച്ചില്ല. കാശി അമ്മയുടെ കൈകൾ പിടിച്ചുകൊണ്ട് പടികൾ കയറാൻ നേരം അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. ചുറ്റും നോക്കിക്കൊണ്ട് ആ ആൾത്തറയിൽ ഇരിക്കുകയാണ്. ഒരു നേരത്തെ ചിരിയാണ്. അവൻ അമ്മയെ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് നടന്നു. ഐഷ അവിടെ ഇരുന്നുകൊണ്ട് ചുറ്റും നോക്കി. നേരം വെളുത്ത് 7 മണിക്കേ ആയിട്ടുള്ളൂ. വളരെ ശാന്തമായ അന്തരീക്ഷം. അവിടെ ഇവിടെ കുറച്ച് ആളുകളുണ്ട്. ചിലർ ധൃതിയിൽ അമ്പലപ്പടവുകൾ കയറുന്നു, ചിലർ ഇറങ്ങി വരുന്നു. ഇടയ്ക്കിടെ ഭയങ്കര ഭംഗിയിൽ കേൾക്കുന്ന മണിമുഴക്കവും ചെറിയ ശബ്ദത്തിലെ ഭക്തിഗാനവും. കുറച്ചകലെയായി ഒരു പൂക്കാരി കുട്ട നിറയെ പൂക്കളുമായി വന്നിരിക്കുന്നുണ്ട്. അതിനപ്പുറത്തുള്ള ചായക്കടയിൽ കുറച്ച് ആളുകൾ. അവൾ ആ കാഴ്ചകൾ കണ്ടങ്ങനെ ഇരുന്നു. അമ്മ പോയിട്ടോ? മുകളിലെത്തിയപ്പോൾ അവൻ പറഞ്ഞു. അതെന്താടാ, നീ വരുന്നില്ലേ? ഞാനിവിടെ നിൽക്കാം. താല്പര്യമില്ലാത്ത പോലെ കാശി പറഞ്ഞു. നീ വാ, എനിക്കൊരു സംസാരിക്കാനുണ്ട്. അതെന്റെ ഭഗവാന്റെ മുമ്പിൽ വെച്ച് ആവണമെന്നൊരു തോന്നല്. അവൻ എന്താണെന്ന ഭാഗത്തിൽ നെറ്റി വിളിച്ചുകൊണ്ട് അമ്മയെ നോക്കി. നീ വാടാ. അവരവന്റെ കൈ പിടിച്ച് അമ്പലനടയിലേക്ക് നടന്നു. അവിടെ കൃഷ്ണ ഭഗവാന്റെ മുമ്പിലായി നിന്ന് കൈകൂപ്പി പ്രാർത്ഥിച്ചു ശ്രീദേവി. കാശിയും അതിലേക്കും നോക്കി. ചുണ്ടിലെവിടെയോ ഒരു കള്ളച്ചിരി ഒളിപ്പിച്ചുകൊണ്ട് തന്റെ ഭക്തന്മാരെ പരീക്ഷയും നിരീക്ഷിക്കുകയും ചെയ്യുന്നവൻ. കാശി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവരാ വിഗ്രഹത്തിലേക്ക് നോയിക്കൊണ്ട് പിന്നെ അവന്റെ കൈ പിടിച്ചു. നമ്മുടെ ഐഷ മോളെ നീ എനിക്ക് തരുമോ? എൻ്റെ മോളായിട്ട്, നിന്റെ പെണ്ണായിട്ട്. അമ്മ, അവനറിയാതെ വിളിച്ചു. നിനക്ക് അവളെ നിന്റെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിക്കൂടെ? ശ്രീദേവി അവന്റെ കയ്യിൽ മുറുകെ പിടിച്ച് വീണ്ടും ആ കോവിലിനുള്ളിലേക്ക് നോട്ടമെറിഞ്ഞു. എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമാണ്. എന്തോ നിന്റെയും എൻ്റെ ഇടയിൽ അവൾ കൂടി വേണമെന്നൊരു തോന്നല്. നിനക്കൊരു ഭാര്യയായിട്ട്, എനിക്കൊരു കൂട്ടുകാരിയായിട്ട്. കാശിയുടെ ഹൃദയം പോലും മിടിക്കാൻ മറന്ന പോലെ അമ്മ പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. കാശി, അതൊരു പാവം കുട്ടിയാടാ. സ്നേഹിക്കാൻ മാത്രം അറിയുന്നവള്. ഒരുപാട് സ്നേഹം നിഷേധിക്കപ്പെട്ടവള്. എന്നും എൻ്റെ നെഞ്ചോട് ചേർന്ന് പറ്റിക്കിടക്കുന്നവള്. സ്വന്തം ദുഃഖങ്ങളെല്ലാം ഒരു കുഞ്ഞ് ശരിയാൽ മറച്ച് പിടിക്കുന്നവള്. ഒരിക്കൽ എല്ലാവരുടെയും തീരുമാനത്തിന് മുമ്പിൽ നീ തലകുനിച്ചു. അവൾ കാവ്യ. പക്ഷെ അവൾ ഒരിക്കലും എനിക്ക് നിന്റെ പെണ്ണാണെന്ന് തോന്നിയിട്ടില്ല. എങ്കിലും അവളാണ് എൻ്റെ മരുമകളെന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചു. പക്ഷേ നിന്റെ ജീവിതത്തിൽ വിധിച്ചത് അവളല്ലായിരുന്നു. എനിക്കറിയാം അതിൽ നിന്നെല്ലാം നീ പതിയെ കയറുന്നേ ഉള്ളൂ എന്ന്. അതിനിടെ നിന്നോട് ഇതെല്ലാം പറയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പല രാത്രിയിൽ ആയിഷ ഉറക്കത്തിൽ ഞെട്ടി ഉണരാറുണ്ട്. അപ്പാ, അവരെന്നെ കൊണ്ടുപോകും, എന്നെ പറഞ്ഞു വിടല്ലേ എന്നൊക്കെ പറയുന്ന കേൾക്കാം. എനിക്കറിയാം അവരവൾ എത്രമാത്രം ഭയക്കുന്നുണ്ടെന്ന്.
ഇനി അവരെന്നെ കൊണ്ടുപോയാൽ നമ്മളിനി കാണില്ലേ ദയമ്മ എന്നൊക്കെ എപ്പോഴും പറയും. പലപ്പോഴും റൂമിൻ്റെ മൂലയിൽ പ്രാർത്ഥന പായലിരുന്ന് ആ കുട്ടി പൊട്ടിക്കരയാറുണ്ട്. അതിനെല്ലാം ഒരു ഉത്തരമായിട്ട് അവളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാലോ എന്നൊരു തോന്നല്. തങ്കു ഇടക്കൊക്കെ പറയും, നമുക്ക് ഇവളെ കാശി കൊണ്ട് കെട്ടിച്ചാലോ എന്ന്. അവനാകുമ്പോൾ പിന്നെ ഇവൾക്ക് ഒരുത്തിനെയും പേടിക്കണ്ടല്ലോ എന്ന്. ഇപ്പം ഞാനും അതൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കാശി, നിന്റെ സമ്മതം ഉണ്ടെങ്കിൽ അമ്മയുണ്ടാവും നിന്റെ കൂടെ. എന്തിനും ജാതിയും അതൊന്നും എനിക്കിപ്പോൾ ഒരു വിഷയമല്ല. ഒന്ന് എനിക്ക് ഉറപ്പാ, അവളുടെ കൂടെ നീ ഹാപ്പി ആയിരിക്കും. അത് മാത്രം മതി എനിക്ക്. ഒന്ന് പറഞ്ഞു നിർത്തിക്കൊണ്ട് അവരവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അവനാണെങ്കിൽ അമ്മ പറയുന്നത് മുഴുവൻ കേൾക്കുന്നുണ്ടെങ്കിലും നോട്ടം മുഴുവൻ ആ നടയുള്ള കൃഷ്ണവിഗ്രഹത്തിലേക്കായിരുന്നു. വീശുന്ന കാറ്റിൽ ചുറ്റമ്പലത്തിന്റെ വശങ്ങളിലുള്ള മണികൾ ഒരു നേരിയ ശബ്ദമുണ്ടാക്കി. അവൾക്കിപ്പോൾ വേണ്ട ശക്തനായ ഒരു അവകാശിയ, മറ്റൊരാൾക്കൊന്നും നോക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അവളെ തൻ്റെ പാതിയായി പൊതിഞ്ഞു പിടിക്കാൻ കെൽപ്പുള്ള ഒരുത്തൻ. അവന് മാത്രമേ ഇനി അവളെ രക്ഷിക്കാനാവൂ. ഒരിക്കലും എനിക്കിഷ്ടമില്ലാത്തവളെ നിന്റെ ജീവിതത്തിൽ എല്ലാവരും കൂട്ടിച്ചേർത്ത് വെച്ചപ്പോൾ അത് നോക്കി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഇഷ്ടപ്പെട്ടവളെ നിന്നോട് ചേർക്കാൻ എനിക്ക് അർഹതയില്ല. ഒരുപക്ഷെ ഞാൻ അന്ന് തന്നെ നമുക്കിത് വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നു. അതിനാൽ അതിലേറെ മഹത്വമുള്ള ഒന്നാവണം ഇനി നിന്റെ ജീവിതത്തിൽ വരേണ്ടവളെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അവരവനെ നോക്കിയൊന്ന് ചിരിച്ചു. ധൃതിയിലൊരു മറുപടി വേണ്ട. എനിക്ക് വേണ്ടി നീ സമ്മതിക്കേണ്ട. നിങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ജാതിയിലും മതത്തിലും സ്വഭാവത്തിലും എല്ലാം. അതിനെല്ലാം മേലെ പരസ്പരം പ്രണയമുണ്ടെങ്കിൽ വേറൊന്നും അതിനോളം വരില്ല. നിന്റെ തീരുമാനം അധികം വൈകരുത്. കാരണം ഇനിയും വൈകിയാൽ ചിലപ്പോൾ നമുക്ക് അവളെ പറഞ്ഞു നിർത്തി. കാശി കണ്ണുനടച്ചു. ഓറഞ്ച് മൂക്കുത്തിയാൽ തിളങ്ങുന്ന ഒരു മുഖം, ഊർന്നു വീഴുന്ന തട്ടമെടുത്ത് തലയിലൂടെ ഇടുന്നവൾ, അന്ന് ആ താഴ്വാരത്തിൽ തന്നെ കെട്ടിപ്പിടിച്ച് നിന്നവൾ. അരുണിന്റെ സംസാരം കേട്ട് താൻ റൂമിലേക്ക് വലിച്ചിട്ടപ്പോൾ തന്നെ മുറുകെ പിടിച്ച് പൊട്ടിക്കരഞ്ഞവൾ. എല്ലാത്തിനുമുപരി ഇപ്പോൾ തന്റെ ജീവിതം തന്നെ കവർന്നവൾ. ഈയിടെയായി തന്നെ തളർത്തിക്കളയുന്ന തട്ടത്തിനുള്ളിലെ ആ പൂമുഖം ആയിഷ. അവനൊന്ന് ആഞ്ഞു ശ്വാസം വിട്ടു. അമ്മേ, പക്ഷെ അവൾ സമ്മതിക്കോ? എന്തോ അങ്ങനെയാണ് ചോദിക്കാൻ തോന്നിയത്. അവൾ സമ്മതിക്കും, എനിക്ക് ഉറപ്പാ. ഞങ്ങളെയൊന്നും വിട്ടുപോകാൻ അവൾക്കാവില്ല. പിന്നെ നിന്നെ കാണുമ്പോഴുള്ള പെണ്ണിൻ്റെ ഒളിച്ചു കളിയും വെപ്രാളൊക്കെ ഞാനും ശ്രദ്ധിക്കാറുണ്ട്. അതും ആരും അറിയാത്തൊരു കുഞ്ഞു പ്രണയത്തിൻ്റെ അടയാളം തന്നെയാണ്. പക്ഷെ അവൾ അതൊരിക്കലും പറയില്ല. കാരണം അതിന് അവളുടേതായ നിരവധി ന്യായങ്ങളുണ്ടാവും. പക്ഷെ ഒന്ന് എനിക്ക് ഉറപ്പാണ്, അവളും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതെന്ത് ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. മരണത്തിൻ്റെ വക്കിൽ നിന്ന് തന്നെ രക്ഷിച്ച ആ ഒരാൾ അവളിൽ അത്രയ്ക്ക് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെയായാലും തീരുമാനം എടുക്കേണ്ടത് നീയാ. കാരണം മുത്തശ്ശിക്കും ചെറിയച്ഛനെല്ലാം നിന്റെ തീരുമാനം പോലെ ആയിരിക്കും. ഇനിയും നിന്റെ ജീവിതത്തിൽ ഇക്കാര്യവും പറഞ്ഞ് അവരാരും വരില്ല. അത് ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ മുത്തശ്ശിയും ചെറിയച്ഛനും പറഞ്ഞതാ. എന്തായാലും നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തോ ഇത് ഇവിടെ വെച്ച് പറയണമെന്ന് എനിക്ക് തോന്നി. ശ്രീദേവി നിറകണ്ണാലെ കാശിയുടെ മുഖമാകെ ഒന്ന് തലോടി. അവനൊരു കുഞ്ഞു ചിരിയാൽ അവരെ കെട്ടിപ്പിടിച്ച് അമ്മയുടെ നിറകയിൽ ചുണ്ടമർത്തി. അത്രമേൽ സന്തോഷവാനായിരുന്നു അപ്പോൾ അവൻ്റെ ഉള്ളവും. ഇതേ സമയം ആയിഷ താഴെ ആൽത്തറയിലിരുന്ന് ചുറ്റും നോക്കി കാണുകയായിരുന്നു. പ്രഭാതത്തിൽ ആ കുളിയിൽ ചെറുതായി കാറ്റടിച്ച് അവൾ കൈ രണ്ടും കൂട്ടിത്തിരുമ്മി തന്നെ മുഖത്തായി വെച്ചു. ആ നിമിഷം അവൾക്കുള്ളിൽ തെളിഞ്ഞത് കാശിയുടെ മുഖമായിരുന്നു. അന്ന് താഴ്വരയിലേക്ക് ഒരൊറ്റ തള്ളിൽ ഒരുത്തിനെ തള്ളിയിട്ടവൻ. ആദ്യമൊക്കെ അത് ഓർക്കുമ്പോൾ തന്നെ അവൾക്ക് പേടിയായിരുന്നു. പിന്നെ എപ്പോഴോ അവൻ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രണയമായി വളർന്നു. നേരിട്ട് കാണുമ്പോൾ ഓടി ഒളിക്കാറാണ് പതിവ്. തൻ്റെ കള്ളത്തിൽ ആരെങ്കിലും കണ്ടുപിടിക്കുമോ എന്ന് പേടിച്ച്. പക്ഷേ എപ്പോഴേക്കോ കാവ്യയെ പ്രണയിച്ചവനാണ്. ആ കഥ തങ്കു പറഞ്ഞപ്പോൾ തന്നെ വിഷമം തോന്നി. പിന്നെ ദേവമ്മ, അവരെ പോലെ ഒരു അമ്മയെ ആരാണ് ആഗ്രഹിക്കാത്തത്? കാവ്യ അവർക്ക് നല്ലൊരു മരുമോളാവില്ലെന്ന് അന്ന് അവളെ കണ്ടപ്പോഴേ തോന്നിപ്പോയി. എന്തോ ദേവമ്മയുടെ മോളാവാനും തങ്കുവിനെ പോലെ തറവാടിൽ കളിച്ചിരിച്ച് ഓടിക്കളിക്കാനും വല്ലാത്തൊരു കൊതി. അപ്പോഴും അതെല്ലാം തന്നെ അതിമോഹമാണെന്ന് മനസ്സ് ഓർമ്മപ്പെടുത്തി. താൻ കാസിം എന്ന രാക്ഷസനുള്ള ബലിമൃഗമാണ്. ഇത് താൽക്കാലികമായ ഒരു രക്ഷപ്പെടൽ മാത്രമല്ലേ, ഇതിലേക്ക് ഇവരെ കൂടി വലിച്ചിട്ടുണ്ട്. ആരും അറിയാത്ത തന്റെ പ്രണയമായി കാശിദേവ് അല്ല, തന്റെ മാത്രം ദേവേട്ടന് ഈ മനസ്സിലുണ്ടാവും. അവളൊന്ന് നെടിവീർപ്പെട്ടു. അവനെ ഓർത്തുകൊണ്ട് ഒരു കുഞ്ഞു ചിരിയാലെ ചുറ്റുമൊന്ന് നോക്കാനായി മുഖം ചിരിച്ചതും ആയിഷ പ്രയത്തെ കണ്ട പോലെ വിളറിപ്പോയി. കുറച്ചകലെയായി ആ ചായക്കടക്ക് മുമ്പിൽ ഒരു കറുത്ത സ്കോർപ്പിയോക്ക് മുന്നിൽ ചാരി ഒരു സിഗരറ്റിന് തീ കൊളുത്തിക്കൊണ്ട് തന്നെ നോക്കുന്ന രൂപം കാസിം. ചുറ്റുമുള്ള 4 പേരും തന്നെ തുറിച്ചു നോക്കുന്നുണ്ട്. വിശ്വാസം വരാത്ത പോലെ അവൾ ഒന്നുകൂടെ കണ്ണടച്ച് തുറന്നു. അതെ, അയാൾ തന്നെ, കാസിം. തന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് തന്റെ അബ്ബായെ കൊന്നുകളഞ്ഞവൻ. അവളുടെ ബോധമണ്ഡലത്തിൽ നിന്നൊരു അപായ സൂചന മൂളക്കം പോലെ കാതിലേക്ക് ഇറങ്ങി. ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് അവൾ ആ ആൽത്തറയിൽ നിന്ന് ഇറങ്ങി. അന്ന് മൂന്നാറിലെ ആന്റിയുടെ വീട്ടിൽ തന്നെ കൊണ്ടുപോകാൻ വന്നവർ തന്നെയാണ് അയാൾക്കൊപ്പം. ആയിഷ അവരെയും വേഗം തിരിച്ചറിഞ്ഞു. ആ രാത്രിയിൽ തന്നെ പിടിക്കാനായി ആ മല കയറി വന്നവർ. അതിലൊരുത്തനെയാണ് കാശി ഒരൊറ്റ തള്ളിയിൽ താഴോട്ട് വിട്ടത്. ആ ഒരൊറ്റ നിമിഷത്തിൽ എന്തൊക്കെ ഓർമ്മകൾ അവളുടെ ബോധത്തിലൂടെ മിന്നൽ വേഗത്തിൽ പാഞ്ഞുപോയി.
ശരീരം വിയർത്തു കുളിച്ചു. പേടികൊണ്ട് തന്റെ കാലുകൾ വിറച്ച് താനിപ്പോൾ താഴെ വീഴുമെന്ന് അവൾക്ക് തോന്നി. വല്ലാത്തൊരു ഭയത്താൽ നാവ് പോലും പൊങ്ങാൻ പറ്റാതെ അവൾ അവരെ നോയിക്കൊണ്ട് പിന്നിലേക്ക് അടിവെച്ചു. അവൾ അവിടുന്ന് എഴുന്നേറ്റു എന്ന് കണ്ടതും കാസിം കൂടെയുള്ളവരെ നോയിക്കൊണ്ട് ക്രൂരമായ ഒരു ചിരിയോടെ അവൾക്കരികിലേക്ക് വന്നു. വന്യമായ കാട്ടുമൃഗത്തിന് മുമ്പിൽപ്പെട്ട മാൻകുട്ടിയെ പോലെ ആ പെണ്ണ് തളർന്നുപോയി. അമ്പലത്തിന് മുകളിലേക്കുള്ള താഴത്തെ പടിക്കെട്ടിന്റെ കല്ലിലായി തട്ടി അവൾ ആ പടിയിലേക്ക് വീണു. ഒന്ന് കരയാൻ പോലും ശബ്ദം പുറത്തു വരാതെ അവൾ പിടഞ്ഞു. അപ്പോഴേക്കും അയാളും കൂടെയുള്ളവരും എതിർവശം ചാടിക്കടന്ന് അവൾക്കരികിൽ എത്തിയിരുന്നു. താഴെ വീണ ആയിഷ വേച്ച് കൈകുത്തി എഴുന്നേറ്റു. ഭയം കൊണ്ട് തന്റെ കാലുകൾ നിലത്തുറക്കുന്നില്ലെന്ന് അവൾക്ക് തോന്നി. ആ നിമിഷം കൊണ്ട് കാസിം അവൾക്ക് മുമ്പിൽ എത്തിയിരുന്നു. തന്റെ ചുണ്ടിലെ സിഗരറ്റിന്റെ ബാക്കി അവളെ നോയിക്കൊണ്ട് അവൻ പൂച്ചിച്ച് തുപ്പി. ആയിഷ, ഞാൻ ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി. എന്ത് വില കൊടുത്ത് അവളെ സ്വന്തമാക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചതാ. എന്നെ പറ്റിച്ചാണോ നീ ഇങ്ങനെ ഓടി രക്ഷപ്പെടുന്നത്? എല്ലാം മറന്ന് സുഖമായിട്ട് ജീവിക്കാന്ന് കരുതിയോ നീ? അന്ന് നിന്നെ ആ കള്ളക്കിളയോടൊന്ന് രക്ഷപ്പെടുത്തി. മൂന്നാലെത്തിയ നീ എന്താ കരുതിയത്? ഞാൻ എല്ലാം മറന്ന് നിന്നെ ഉപേക്ഷിച്ചങ്ങ് പോവുകയെന്നോ? ഏതോ ഒരു പന്നമോ നിനക്ക് രക്ഷയായി വന്നെന്ന് കരുതി ഞാൻ പേടിച്ചു പോയി എന്ന് വിചാരിച്ചോ? ആ രാത്രി എനിക്ക് നഷ്ടപ്പെട്ടത് ഇവന്മാരിൽ ഒരുവനെയാ. എല്ലാം കൂടിയായപ്പോ എനിക്കങ്ങ് കത്തി. 2 മാസത്തിനുള്ളിൽ നിന്നെ എത്തിക്കാമെന്ന് ഞാൻ എൻ്റെ മേലാളന്മാർക്ക് വാക്കുകൊടുത്താ. അതിനു പകരം എനിക്ക് അവരൊരുക്കി വെച്ചിട്ടുള്ള കോടികളാ. അയാൾ തന്റെ വായിൽ അവശേഷിക്കുന്ന പുക അവൾക്ക് മുമ്പിലേക്ക് ഊതിവിട്ടു. നീ എന്താടി കരുതിയത്? എന്നെ അങ്ങ് ഉണ്ടാക്കി രക്ഷപ്പെടാന്നോ? നിന്റെ തന്തക്ക് ചെലവാക്കിയ പൈസക്ക് നിന്നെ ഒന്ന് ഉപ്പ് നോക്കാൻ പോലും കിട്ടിയില്ല. പിന്നെ ഞാൻ എങ്ങനെയാടി? അയാൾ ക്രൂരമായി ചിരിച്ചു. ഒന്നുപോലെ എന്താ കരുതിയത്? ഈ കാസിം വേറൊരു പൊട്ടനാണെന്നോ? ഞാനുണ്ടായിരുന്നു കുറച്ചായിട്ട് നിന്റെ പിന്നാലെ. അവളുടെ ഒരു ആൻറ്റി കൊടുക്കേണ്ട പോലെ കൊടുത്തപ്പോ തത്ത പറയും പോലെ പറഞ്ഞുവല്ല. അയാൾ ഒരു പരിഹാസത്തോടെ അവളെ നോക്കി. കാശിദേവ് പ്രതാപ്, അവൻ എനിക്കൊന്ന് കാണണം. എൻ്റെ ഒരുത്തനെ തട്ടിയിട്ട് അവനങ്ങനെ വലിയ ഹീറോ ആവണ്ട. അത് ഞാൻ പിന്നെ തീർത്തോളാം. ഇപ്പൊ മോള് വാ, ഇതൊരമ്പല. ഇവിടെ വെച്ച് നീ വല്ല അതിബുദ്ധിയും കാണിച്ച ഒരാളും ഇടപെടില്ല. അതുകൊണ്ട് എൻ്റെ മോള് വന്ന് വണ്ടി കയറ്. അയാൾ അവളെ ആകമാനം നടന്നു. വളരെ കഷ്ടപ്പെട്ട് വേട്ടയാടി കിട്ടിയ സന്തോഷത്തിലായിരുന്നു അയാളുടെ മുഖം അപ്പോൾ. ഇല്ല, ഞാൻ വരില്ല, പ്ലീസ് എന്നെ വിട്ടേക്ക്. ആൾ പേടിയോടെ ഒന്നുകൂടി റെഡി പിന്നിലേക്ക് കയറി. മോൾ എന്തിനാ പേടിക്കുന്നത്? ഒരാഴ്ച എൻ്റെ കൂടെ, പിന്നെ നീ അങ്ങ് ബെല്ലാരിയിലെ മുതലാളിമാരുടെ അന്തപുരത്തിലല്ലേ? അയാൾ ക്രൂരമായി ഒന്ന് ചിരിച്ചു. ആയിഷ പേടിയോടെ തന്റെ ഡ്രസ്സിൽ പിടിമുറുക്കി. മേലെ കോവിലിനുള്ളിൽ നേർത്ത മണിനാഥം മലയടിക്കുന്നുണ്ട്. എന്തോ ഒരു ഓർമ്മയിൽ തിരിഞ്ഞു നോക്കി. പിന്നെ ബലമില്ലാത്ത കാലുകൾ വലിച്ചുകൊണ്ട് അവൾ ആ പടികൾ ഓടിക്കയറി. എവിടെയാണ് നീ ഓടുന്നത്? അവിടെ ആരടി നിന്നെ രക്ഷിക്കാൻ? അയാൾ ഒരു മുരൾച്ചയോടെ അവളെ പിടിക്കാനാഞ്ഞു. കൈനീട്ടിയ കാസിമിന്റെ കയ്യിൽ നിന്ന് ഞൊടിയുടെ തെന്നി മാറിക്കൊണ്ട് ആയിഷ മേലോട്ട് ഓടി. അവളുടെ തലയിൽ നിന്ന് ഉതിർന്നു വീണ ഷാൾ അയാളുടെ കയ്യിൽ കിട്ടി. കെട്ടിവെച്ച അവളുടെ മുടിയെല്ലാം അഴിഞ്ഞു പരന്നു കിടന്നു. ഏറ്റവും മുകളിലത്തെ പടിയിലെത്തിയ ആയിഷ ശ്വാസം കിട്ടാവെന്ന് പിടഞ്ഞു. അറിയാതെ പിന്നിലേക്കൊന്ന് നോക്കി. നിൽക്കടി എന്നും പറഞ്ഞ് അവനും കൂട്ടാളികളും പിന്നാലെയുണ്ട്. പിന്നിലോട്ട് ഒന്നുകൂടെ നോക്കിക്കൊണ്ട് മുന്നോട്ട് ഓടിയതും ഒന്നിലായി ഇടിച്ചു നിന്നു. നെഞ്ചത്ത് കിടക്കുന്ന ആ സ്വർണ്ണച്ചങ്ങളെയും അതിനറ്റത്തായി തൃശൂലത്തിൽ കാശി എന്നെഴുതിയ ലോക്കറ്റും പിന്നെ തന്റെ പ്രണയത്തിന്റെ സുഗന്ധവും. ആയിഷ ജീവൻ കിട്ടിയതുപോലെ ആഞ്ഞു ശ്വാസം വിട്ടു. ദേവേട്ട, അയാളെന്നെ കൊണ്ടുപോകും, എനിക്ക് പേടിയാ, എന്നെ വിട്ടുകൊടുക്കല്ലേ പ്ലീസ്. ആളോ എന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവനെ നെഞ്ചിലേക്ക് മുഖശക്തിയോടെ അമർത്തി വെച്ചു. ആ നെഞ്ചിടിപ്പിന് മാത്രമേ ഇനി തന്റെ പേടി മാറ്റാനാവൂ എന്ന പോലെ അവൾ ശക്തിയിൽ അവന്റെ നെഞ്ചിൽ മുഖം വിട്ട് ഉരസി. അവന്റെ കഴുത്തിലൂടെ പിടിച്ച ശക്തിയിൽ അവളുടെ നഖങ്ങൾ അവന്റെ പിൻകഴുത്തിലായി അമർന്നു. താഴെ അമ്പലക്കുളത്തിനടുത്തുള്ള ആനപ്പന്തിയിൽ ആനകൾ തുമ്പിക്കൈ ഉയർത്തി ഉച്ചത്തിൽ ചിഹ്നം വിളിച്ചു. പിന്നിലായി പ്രദക്ഷിണം കഴിഞ്ഞു വരുന്ന ശ്രീദേവി ആ കാഴ്ച കണ്ട് തന്റെ വാക്കിംഗ് സ്റ്റിക്കിൽ കൈയമർത്തി. അവരൊരു വിറയലോടെ ഫോൺ കയ്യിലെടുത്ത് തങ്കുവിനെ നമ്മൾ ഡയൽ ചെയ്തു. ഹലോ ദേവ, മോളെ തങ്കു, അവരിവിടെയും വന്നു, നമ്മുടെ ഐഷ മോള്. ശ്രീദേവി ബാക്കി പറയാനാവൻ നിന്ന് വിറച്ച്. അപ്പുറത്ത് മറുപടിയൊന്നും പറയാതെ ഫോൺ കട്ടായി. കാശിയുടെ നെഞ്ചത്തോട് ചേർന്ന് നിൽക്കുന്ന ഐഷ അവരിരുവരും ഒരു ശരീരമാണെന്നൊരു വേള കാണുന്നവർക്ക് തോന്നിപ്പോവും. തന്റെ കൺമുമ്പിലായി കാഴ്ച കണ്ടിരുന്ന കാസിം കോപം കൊണ്ട് കടപ്പല്ലുകൾ ഞെരിച്ചു. അവന്റെ കയ്യിലായിരുന്ന ഐഷയുടെ ഷോൾ ഒരു ഗൂഢമായ ചിരിയോടെ തന്റെ തോളിലേക്ക് ഇട്ടു. കാശിയുടെ കണ്ണാണെങ്കിൽ അവന്റെ തോളിൽ കിടക്കുന്ന അവരുടെ ഷോളിലായിരുന്നു. അഴിഞ്ഞു കിടക്കുന്ന അവരുടെ മുടി മുഴുവൻ അവന്റെ ശരീരത്തിലായി പരന്നു കിടന്നു. ഒരു നിമിഷം തന്റെ ശരീരവും മുടിയും ആരും കാണാതെ മറച്ചിടക്കുന്നവരുടെ രൂപമാണ് അവനുള്ളിൽ തെളിഞ്ഞത്. കാശിദേവ് ഇവിടെ പുതിയ രക്ഷകനല്ലേ? അറിയാം, ഞാൻ അന്വേഷിച്ചിരുന്നു. പക്ഷേ നിന്റെ ടൈം വളരെ മോശമാണല്ലോടാ ചെക്ക. ഇതെന്റെ ഇരയാ. ഞാൻ ചൂണ്ട കൊളുത്തി വമ്മസ്രാവുകൾ കൊത്താനിട്ട് കൊടുക്കാൻ വെച്ചതാ. അതുകൊണ്ട് അതിനിങ്ങ് തന്നേക്ക്. പിന്നെ നിനക്കുള്ളത് അതെങ്ങനെയാണെന്ന് എനിക്കൊന്ന് ആലോചിക്കണം. അതിനുള്ള സമയമല്ല ഇപ്പോൾ.
ഇവളെ വിട്ടേക്ക്, വാടിയുടെ. അതും പറഞ്ഞ അയാൾ കാശിയുടെ നെഞ്ചിലായി കിടക്കുന്നവളെ തൊടാനാഞ്ഞു. എല്ലാം കേട്ട് അവനെ നെഞ്ചിലായി കിടന്ന ഐഷ അവനൊന്നുകൂടി ഇറുകെ പിടിച്ചു. ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് തൊടാൻ വന്ന കാസിമിന്റെ വലിയൊരു അലർച്ച അവിടെ മുഴങ്ങി. അവളെ തന്നെ മാറോട് അമർത്തി പിടിച്ചുകൊണ്ട് തന്നെ ഒരൊറ്റ തൊഴിയായിരുന്നു അവനെ. തൊട്ടടുത്തായുള്ള ഒരു കരിങ്കൽ വിഗ്രഹത്തിൽ ചെന്നിടിച്ചു വീണു കാസിം. കൂടെ ഉണ്ടായിരുന്നവർ പരസ്പരം നോക്കി. അതിലൊരുത്ത മുന്നിലുള്ളവനൊന്ന് കണ്ണു കാണിച്ചു. അവനൊരു ക്രൂരഭാവത്തോടെ കാശിക്ക് നേരെ ഓടി വന്നു. ഒരു കടലാസ് കാറ്റിൽ പറക്കുന്ന ലാഘവത്തോടെ അവന് അമ്പലപ്പടവുകൾക്കപ്പുറം മുതുകും കുത്തി വീണു. മോനെ എല്ലാം കണ്ടെന്ന ശ്രീദേവി പേടിയോടെ വിളിച്ചു. അവനൊരു കൈയുയർത്തി അമ്മയെ തടഞ്ഞു. ശേഷം തന്നെ നെഞ്ചിൽ നിന്ന് അവൾ അടത്തി മാറ്റാനൊരു ശ്രമം നടത്തി. പക്ഷെ അത്രയും മുറുക്കത്തോടെ തന്നിലേക്ക് കൊട്ടിയവളെ അവന് വേർപ്പെടുത്താനായില്ല. തന്റെ മണമാണ് അവൾ ശ്വാസമായി ഉള്ളിലേക്ക് എടുക്കുന്നെന്ന് അവന് തോന്നി. അപ്പോഴേക്കും ബാക്കി രണ്ടാളും കൂടെ ഒരലർച്ചയോടെ ഓടി വന്നു. അവൻ ഐഷയും കൊണ്ടൊന്നും മറിഞ്ഞു. ആ രണ്ടാളെയും തന്റെ കാൽ കൊണ്ട് ചവിട്ടി വീഴ്ത്തി. ആ നിമിഷം തന്നെ തന്റെ അരികിലേക്ക് വരുന്ന അമ്മയുടെ നേരെ അവൻ ഐഷയെ നെഞ്ചിൽ നിന്ന് വലിച്ചു നിർത്തി. ഒന്നനങ്ങാൻ പോലും ആവാതെ വിറച്ചു നിൽക്കുന്നവളെ ശ്രീദേവി തന്റെ നെഞ്ചോട് ചേർത്തു. അവിടെയുള്ള കരിങ്കൽ ഭിത്തിയിൽ ചെന്നിടിച്ചതിനാൽ കാസിമിന് പിന്നീട് എണീക്കാൻ പോലും ആയില്ല. കൂടെയുള്ള ഒരുത്തനെ കൂടി കാശി അത്രമേൽ ദേഷ്യത്തോടെ ആഞ്ഞ് ചവിട്ടി. ശേഷം ശ്രീദേവിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അവളെ ഒന്ന് നോക്കിക്കൊണ്ട് മുന്നോട്ട് വന്ന് ഒരുത്തനെ കൂടി അത്യന്തം ശൗര്യത്തോടെ താഴോട്ട് തെറിപ്പിച്ചു. വേച്ച് എണീക്കാൻ നിന്ന കാസിമിന്റെ നെഞ്ചിലായി അവൻ മുഷ്ടി കൊണ്ട് 4-5 വട്ടം ഇടിച്ചു. അയാൾ വേദനയോടെ നിലവിളിച്ചു പോയി. അപ്പോഴും കാസിം തനിക്ക് മുമ്പിൽ നിൽക്കുന്നവനൊന്ന് പുച്ഛിച്ചുകൊണ്ട് വായിലെ ചോര തുപ്പിക്കളഞ്ഞു. ഇത് ഞാൻ നോട്ടിട്ടോളാ. ഇവളെ ഇങ്ങനെ എന്റെ കൺമുമ്പിൽ നിന്ന് എത്ര കാലം നീ രക്ഷപ്പെടുത്തും? നിന്നെ പോലെ ഒരുവൻ ഇവൾക്ക് എത്ര ദിവസം കാവൽ നിൽക്കും? അയാൾ ആവശ്യതയിലൊന്ന് ചിരിച്ചു. ആ ചിരി മുഴുമിക്കാതെ കാശി അവന്റെ അടിവയറ്റിൽ തന്റെ കാലുകൊണ്ടൊന്ന് ചവിട്ടി. ഒരക്ഷരം പോലും അവനോട് സംസാരിക്കാതെ അവന് തന്നെ കത്തുന്ന മിഴികളോടെ നോക്കി നിന്നു കാശി. ഒരു നിമിഷം അവന്റെ ആ നോട്ടത്തിനുമ്പിൽ കാസിം ഒന്ന് പതറിപ്പോയി. തനിക്ക് മുന്നിൽ അത്രമേൽ സങ്കുറപ്പോടെ നിൽക്കുന്നവൻ ഇത്രയും ധൈര്യം മുമ്പ് ഒരാളിലും കണ്ടിട്ടില്ല. അതോർത്തപ്പോൾ അയാളൊന്ന് ഉമിനീരിറക്കി. അപ്പോഴേക്കും തങ്കവും ചെറിയച്ഛനും കിതച്ചുകൊണ്ട് പടികൾ കയറി വന്നു. ഐഷ, ദേവമ്മ, ആൾ വിളിച്ചുകൊണ്ട് അവർക്കടുത്തേക്ക് ഓടി. തങ്കു ഓളെ. ശ്രീദേവി അവളുടെ കൈ പിടിച്ചു. പേടിക്കണ്ട, ഞാൻ ക്രിസ്റ്റീച്ചനെ വിളിച്ചിട്ടുണ്ട്, ഇപ്പോഴെത്തും. അവൾ കുറച്ചകലെ കലിയോടെ കാസിമിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാശിയെ നോക്കി പറഞ്ഞു. ആയിഷ അപ്പോഴും ഒരു മറയിപ്പോടെ ശ്രീദേവിയുടെ നെഞ്ചിൽ തന്നെയാണ്. തന്റെ ഒരു കൈ കൊണ്ട് വാക്കിംഗ് സ്റ്റിക്കും മറു കൈ കൊണ്ട് അവളെ അവർ മുറുകെ പിടിച്ചിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അവരങ്ങനെ നിൽക്കുന്നതെന്ന് തങ്കുവിന് തോന്നി. അവൾ വേഗം ആയിഷയെ പിടിച്ച് തന്നോട് ചേർത്തു. ഒന്നുമില്ലടി, പേടിക്കണ്ട, നമ്മുടെ കാശിയിലെ കൂടെ. ആയിഷ അവന്റെ പേര് കേട്ടൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് ഒരുത്തൻ കയ്യിലൊരു ദണ്ടുമായി കാസിമിനെ തന്നെ നോക്കി നിൽക്കുന്ന കാശിയുടെ നേരെ ഓടിയെടുക്കുന്നത് അവൾ കണ്ടത്. ദേവേട്ടാ! അവളൊരു അലർച്ചയോടെ തങ്കുവിന് വിട്ട് അവന് നേരെ ഓടി. അവളുടെ വിളിയേട്ട് അവൻ തിരിഞ്ഞതും പുറകിലുള്ളവൻ വായുവിലൊന്ന് ചുഴറ്റിക്കൊണ്ട് കാശിക്ക് നേരെ അടിക്കാനാഞ്ഞു. അവനൊന്ന് കുനിഞ്ഞുകൊണ്ട് ശരീരം ഒരു വശത്തേക്ക് വെട്ടിച്ചു. സ്ഥാനം മാറി വന്ന ആ ദണ്ട് കാസിമിന്റെ വലത്തേക്കാലായി പതിഞ്ഞു. അയാൾ നിലത്ത് കിടന്നൊന്ന് പുളഞ്ഞു. ഒരു നിമിഷം ആ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചു. അപ്പോഴേക്ക് ഓടി വന്ന ആയിഷ അവനെ പിന്നിലൂടെ പുണർന്നു. തന്റെ മുതിയിലായി അവൾ വന്ന് വീണ ശക്തിയിൽ അവൻ മുന്നോട്ട് ആഞ്ഞുപോയി. പിന്നിലൂടെ തന്റെ ഇരുകൈകൾ അവനെ നെഞ്ചിലെ അമർത്തി വെച്ച് അവൾ നിലത്തായി കിടന്ന് പിടയുന്ന കാസിമിന്റെ അവസ്ഥ കാണാൻ വയ്യാത്ത പോലെ മുഖം കാശിയുടെ മുതുകിൽ പൂഴ്ത്തി വെച്ചു. രാവിലെ ആയതിനാൽ വലിയ തിരക്കൊന്നുമില്ല. വേറെ 3-4 പേര് അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഉള്ളവരെല്ലാം കഥയറിയാതെ ഇതെല്ലാം കണ്ടു നിൽക്കുന്നു. മോനെ കാശി! അപ്പോഴേക്കും ബോധം വന്ന പോലെ ചെറിയച്ഛനും തങ്കും അവർക്കടുത്തേക്ക് ഓടി വന്നു. ശ്രീദേവി ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. കാസിമിനെ അടിച്ചവനൊന്ന് ചുറ്റും നോയിക്കൊണ്ട് ആ ദണ്ട് അവിടെ ഇട്ട് ഇറങ്ങി ഓടി. അപ്പോഴേക്കും താഴെ നിന്ന് 2 പോലീസുകാർ ഓടിക്കയറി വന്നു. അവർക്ക് പിന്നാലെ ക്രിസ്റ്റഫർ, കാശിയുടെ അടുത്ത സുഹൃത്ത്. അവന് യൂണിഫോമിലൊന്നുമല്ല. കാശി, അറിയോ? ഓക്കെ, അയാൾ അവന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു. യാ. അപ്പോഴാണ് ക്രിസ്റ്റി അവന്റെ പിന്നിലായി മുതുകത്ത് മുഖമമർത്തി നിൽക്കുന്നവളെ കാണുന്നത്. ക്രിസ്റ്റിയുടെ ചുണ്ടിലൊരു ചിരി തെളിഞ്ഞു. എല്ലാവരും തങ്ങളെയാണ് നോക്കുന്നതെന്ന് കണ്ടതും അവൾ ആ കൈകളെ മോചിപ്പിച്ചുകൊണ്ട് കുറച്ച് മാറി നിന്നു. അപ്പോഴേക്കും തങ്കു ഓടി വന്ന് അവളെ പിടിച്ചു. ഐഷ, അറിയോ? ഓക്കെ, ക്രിസ്റ്റി അവളോട് ചോദിച്ചു. അതിനവൾ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് പതിയെ തലവലിക്കി. ടേക്കും. ക്രിസ്റ്റി കൂടെയുള്ള പോലീസുകാരോട് പറഞ്ഞു. അവർ കാസിമിനെ താങ്ങി പിടിച്ചുകൊണ്ട് താഴോട്ട് ഇറങ്ങി. കൂടെയുള്ളവരും കൂടി കൈയൊഴിഞ്ഞപ്പോൾ കാസിം ഒരു പരാജയത്തോടെ കണ്ണുകൾ അടച്ചു. ഇവിടെ നിന്ന് തന്റെ ചിങ്കിടികളെ പോലെ ഓടിപ്പോകാൻ പോലും തന്റെ കാലുകൾക്കിപ്പോൾ ആവതില്ലെന്ന് അയാൾ ദേഷ്യത്തോടെ ഓർത്തു. കാശി, ബാക്കിയാൻ നോക്കിക്കോളാം, ടേക്ക്. ക്രിസ്റ്റി ഐഷയെ നോക്കിക്കൊണ്ട് കാശിയുടെ തോളിലും തട്ടി. ശ്രീദേവിയെയും തങ്കുവിനെയും കണ്ണടച്ച് കാണിച്ച് വേഗം കൂടെ വന്ന പോലീസുകാരുടെ ഒപ്പം താഴോട്ട് ഇറങ്ങി. രംഗം ഒരുവിധം ശാന്തമായി. വീണ്ടും നേർത്ത കാറ്റിൽ ആ മണികൾ ശബ്ദമുണ്ടാക്കി. കാശിയുടെ മനസ്സിൽ ആ വേദനയിലും ഒരു പുച്ഛച്ചിരിയോടെ കാസിം പറഞ്ഞ വാക്കുകളായിരുന്നു. ഐഷ എന്ന ഇവൾക്ക് കാശിദേവെന്ന നീ ഇനി എത്ര നാള് കാവൽ നിൽക്കും? അവൻ മുഷ്ടിയുരുട്ടിക്കൊണ്ട് ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. പിന്നെ തങ്കുവിന്റെ അരികിലായി നിന്നിരുന്ന ഐഷയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കുറച്ചടുത്തായുള്ള ആ പ്രതിഷ്ഠയ്ക്ക് മുമ്പിലേക്ക് നിർത്തി.
കാശി എന്ന് വിളിച്ച ശ്രീദേവിയും അവർക്ക് പിന്നാലെ ബാക്കിയുള്ളവർ അവന്റെ കൂടെ അങ്ങോട്ട് നടന്നു. നടക്കുന്നതിനിടയിലും അവൻ പിടിച്ച തന്റെ കൈകളെ അവൾ മാറി മാറി നോക്കി. ചൈതന്യം തുളുമ്പി നിൽക്കുന്ന കൃഷ്ണവിഗ്രഹത്തിലേക്കും നോക്കി. ആയിഷയ്ക്ക് പിന്നിലായി നിൽക്കുന്ന തന്റെ അമ്മയെയും ചെറിയച്ഛനെയും നോയിക്കൊണ്ട് അവൻ തന്റെ കഴുത്തിൽ കിടന്നിരുന്ന ചെയിൻ ഊരിയെടുത്ത് തന്റെ മുമ്പിലായി നിൽക്കുന്ന ആയിഷയുടെ കഴുത്തിലൂടെ ഇട്ടു. അവളുടെ നെഞ്ചിന്റെ ഭാഗത്തായി തട്ടി നിന്ന കാശി എന്നെഴുതിയ ആ ലോക്കറ്റ് അവൻ തിരിച്ചിട്ട് ശരിയാക്കി. അന്നേരം തന്നെ നിറഞ്ഞു തുളുമ്പിയുന്ന ആയിഷയുടെ കണ്ണിൽ നിന്ന് 2 തുള്ളി അവന്റെ കൈത്തണ്ടയിലേക്ക് വീണു. അങ്ങകലെ ഏതോ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് പ്രാവിൻ കൂട്ടങ്ങൾ ഒരു ചെറു ശബ്ദത്തോടെ ചിറകടിച്ച് പറന്നുയർന്നു. അവയിൽ നിന്ന് 2 ഇണപ്രാവുകൾ പറന്നു വന്ന് ആ ക്ഷേത്രത്തിന്റെ മേൽക്കൂരക്ക് മുകളിലായി വന്നിരുന്നു. പുറകിൽ നിന്ന് ഒരു ആശ്ചര്യത്തോടെ നോക്കി നിന്നു. കണ്ടുനിന്ന ശ്രീദേവിക്ക് ഉള്ളിൽ നിന്ന് ഒരേങ്ങൽ പുറത്തു വന്നു. സന്തോഷം കൊണ്ട് തങ്കു അടുത്ത് നിൽക്കുന്ന ശ്രീദേവിയെ കെട്ടിപ്പിടിച്ചു. ചെറിയച്ഛൻ ഒരു ഞെട്ടലോടെ കാശിയെ തന്നെ നോക്കി. അവന്റെ ശ്രദ്ധ ആയിഷയിൽ മാത്രമാണ്. കാശി ഒരു നിമിഷം ചുറ്റും നോക്കി. തന്റെ മുന്നിലെ പ്രതിഷ്ഠയ്ക്ക് ചുറ്റും കമ്പികൾ കൊണ്ടും ചെങ്ങലകൾ കൊണ്ടും ഒരു ചെറിയ മതിൽ തീർത്തിരിക്കുന്നത് കണ്ടു. ആ കമ്പികളൊന്നിൽ അവൻ തന്റെ തള്ളവിരൽ കൊണ്ട് നുരസി. മൂർച്ചയുള്ള ആ ഭാഗം കൊണ്ട് അവന്റെ വിരൽ കീറി രക്തം കിനിഞ്ഞു. എല്ലാവരും ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അവൻ ആ ചോര കൈവിരലിനാൽ അവളുടെ സീമന്തരേഖയിൽ അമർത്തി തൊട്ടു. ആയിഷ ഒരു നിമിഷം ശ്വാസം പോലും എടുക്കാതെ നിന്നുപോയി. അവന്റെ ചോരയാൽ തന്റെ നെറുകയിൽ ചുവപ്പിച്ചിരിക്കുന്നു. ഇതിലും വലിയൊരു ഉറപ്പ് ഇനി അവന് തരാനില്ലാത്തതുപോലെ. ശ്രീദേവി ദൈവസന്നിധിയിൽ നിറകണ്ണുകളോടെ കൈകൂപ്പി. തങ്കു സന്തോഷം കൊണ്ട് കാശിയെ കെട്ടിപ്പിടിച്ചു. ആയിഷ മാത്രം എന്ത് ചെയ്യണമെന്നറിയാതെ വിറക്കുന്ന ശരീരവുമായി തലതാഴ്ത്തി നിന്നു. ഇതൊരു സ്വപ്നമല്ലല്ലോ എന്ന് അവൾ 1000 ആവർത്തി മനസ്സിനോട് ചോദിച്ചു. ആ നിമിഷം തന്നെ അവനവളുടെ തലയിൽ നിന്ന് വീണിടക്കുന്ന തട്ടമെടുത്ത് നേരെ ഇട്ടുകൊടുത്തു. പിന്നെ അവളുടെ കൈ പിടിച്ച് ശ്രീദേവിയുടെ മുമ്പിലായി നിന്നു. നന്നായി വരും. അവർ 2 പേരെയും ചേർത്ത് പിടിച്ചു. ശേഷം നേരെ ചെറിയച്ഛൻ്റെ അടുത്തേക്ക് വന്നു. ചെറിയച്ഛൻ അവനെ കെട്ടിപ്പിടിച്ചു. നിറഞ്ഞ ചിരിയോടെ ആയിഷയുടെ പുറത്തുനിന്ന് തട്ടി. ചെറിയച്ഛ, മുത്തശ്ശി. അവൻ ചെറിയച്ഛനെ നോക്കി. അമ്മയ്ക്ക് സന്തോഷാവും. എനിക്കറിയാലോ ആ മനസ്സ്. കാവ്യേക്കാൾ എത്രയോ മേസകളാണ് ഇവളെന്ന ചിന്തയിൽ ചെറിയച്ഛനും പറഞ്ഞു. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. കഥ മുഴുവനായിട്ട് അറിയില്ലെങ്കിലും അമ്പലത്തിലെ തിരുമേനി അവർ അനുഗ്രഹിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറിപ്പോയി. ഇനി എന്താ ഇവിടെ? നമുക്കിറങ്ങാം. ചെറിയച്ഛൻ കാശിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ പോയിക്കോളൂ, എനിങ്ങളോടും സംസാരിക്കണം. ഞങ്ങൾ പുറകെ വന്നോളാം. അവൻ അമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട ഐഷുവിന്റെ കൈകൾ തങ്കുവിന്റെ കൈവിരലുകളിൽ ഒന്നുകൂടെ മുറുകി. തങ്കു, നീ പോവല്ലേ, എനിക്ക് പേടിയാ, അവൾ പതിയെ പറഞ്ഞു. സത്യത്തിൽ പെണ്ണിന് ഇപ്പോഴാണ് ബോധം വരുന്നത്. തങ്കു അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് കയ്യിൽ പതിയെ പിടിച്ചു. ഇനി താൻ ഇവിടെ നിന്നാൽ പോലും കാശി തന്നെ ഓടിക്കുമെന്ന് അവൾക്കറിയാം. തങ്കു, നീ അമ്മയെന്ന് പിടിക്കേ, അവൻ ശ്രീദേവി ചൂണ്ടിക്കൊണ്ട് അവളോട് പറഞ്ഞു. വാതേ അമ്മേ. അവൾ ഐഷയെ നോക്കിയൊന്ന് പതിയെ തലയാട്ടിക്കൊണ്ട് ശ്രീദേവിയുടെ കൈ പിടിച്ച് പടികൾ ഇറങ്ങി. ആ ക്ഷേത്രപ്പടികൾ ഇറങ്ങുമ്പോൾ ശ്രീദേവിയും തങ്കുവും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. അവരെല്ലാവരും താഴെ വണ്ടിയിൽ കയറി പോകുന്നു. കാശി മുകളിലായി നോക്കി നിന്നു. ശേഷം അവൻ തന്റെ പിന്നിലായി നിൽക്കുന്ന ഐഷയെ നോക്കി. താൻ രക്തത്താൽ ചാർത്തിയ സിന്ദൂരം അല്പം മങ്ങിപ്പോയിട്ടുണ്ട്. കരഞ്ഞു തളർന്ന മുഖവും കണ്ണുകളും. അഴിഞ്ഞുലഞ്ഞ മുടി ഷാളിനുള്ളിലൂടെ ചിതറിക്കിടക്കുന്നു. മാറിലായി കാശി എന്നെഴുതിയ തന്റെ മാല. അവന്റെ ചുണ്ടിലും മനസ്സിലും ചിരി വന്നു നിന്നു. എന്നാൽ അത് പുറത്തു കാണാതിരിക്കാൻ സമർത്ഥമായവൻ മറച്ചു പിടിച്ചു. അവൻ തന്നെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ മുതൽ താഴോട്ട് തന്നെ നോക്കി നിൽപ്പാണ്. ഐഷ, താൻ പേടിച്ചോ? അതിനവൾ തലയുയർത്തി അവനെ നോക്കി നിറഞ്ഞ മിഴികളോടെ വിരുമ്പിക്കൊണ്ട് അതേ എന്ന രീതിയിൽ തലയാട്ടി. ഇപ്പൊ പേടിയുണ്ടോ? അവൻ നെഞ്ചിലായി കിടക്കുന്ന മാലയിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല. അവൾ വീണ്ടും തലതാഴ്ത്തി. എന്നവാ, അവൻ കൈ നീട്ടി. അവൾ വിറച്ചുകൊണ്ട് ആ കൈകൾ തന്റെ ഉള്ളം കൈ ചേർത്തു. അവൻ അവളുടെ കരങ്ങൾ തന്റെ കൈകളാൽ മുറുക്കി പിടിച്ചു. അവിടെ അമ്പലക്കുളമുണ്ട്, അവിടെ നീ മുഖക്കൊന്ന് കഴുകാം. എനിക്ക് നിന്നോടും സംസാരിക്കാനുണ്ട്. അവൾ അനുസരണയോട് അവന്റെ കൂടെ നടന്നു. കുളപ്പടവുകൾ ഇറങ്ങുമ്പോൾ അവൻ കൈവിട്ടു. മുഖക്കൊന്ന് കഴിയുക. കുളത്തിന്റെ അവസാന പടിയിലെത്തിയത് അവൻ പറഞ്ഞു. അവൾ കുനിഞ്ഞെന്ന് കൈക്കുമ്പിൽ കൊണ്ട് വെള്ളമെടുത്ത് മുഖത്തേക്ക് ഒഴിച്ചു. ഒരു സൈഡിലായി കാശിയും തന്റെ മുഖവും കൈകളും കഴുകി. അവൻ പോക്കറ്റിൽ നിന്ന് കർച്ചീഫ് എടുത്ത് മുഖവും കൈയും അമർത്തി തുടച്ചു. അന്നേരം താൻ മുറിപ്പെടുത്തിയ വിരലിന്റെ ഭാഗം അവന് നന്നായി നീറുന്നുണ്ടായിരുന്നു. തിരിഞ്ഞിന്നപ്പോൾ കണ്ടത് ഷാളിന്റെ ഒരറ്റം കൊണ്ട് മുഖം തുടക്കുന്നവളെയാണ്. അവൻ അമ്പലക്കുളത്തിന് ചുറ്റുമോ നോക്കി. രാവിലെ ആയതിനാൽ ആളുകൾ നന്നേ കുറവാണ്. പോവാം, ആൾ വിക്കിക്കൊണ്ട് പറഞ്ഞു. ഈ ഒരുവന് മുന്നിൽ മാത്രം താനിങ്ങനെ വെപ്രാളപ്പെടുന്നതിന്റെ കാരണം അവൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. വാ, ഇവിടെ ഇരിക്കും. അവൾ പതിയെ അവൻ അരികിലായിരുന്നു. സോറി ഐഷ. അവൾ എന്തിനെന്ന ഭാവത്തിൽ അവന്റെ മുഖത്തേക്ക് നോക്കി. നിന്റെ സമ്മതം കൂടി ചോദിക്കാതെ ഇങ്ങനെ ചെയ്യേണ്ടി വന്നീന്. അയാൾ പറഞ്ഞ നീയും കേട്ടതല്ലേ. നിന്നെ നീക്കുമായി സുരക്ഷിതമാക്കാൻ ഇതല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് എന്നെ താലിയെട്ടിയത്, അല്ലാതെ ഈ മനസ്സിലൊരു ഇഷ്ടം ഉണ്ടായിട്ടല്ലേ എന്ന് ഐഷ വിഷമത്തോടെ അവനോട് മൗനമായി ചോദിച്ചു. പിന്നെ നിനക്കറിയാലോ, എന്റെ എൻഗേജ്മെന്റ് ഒരിക്കൽ കഴിഞ്ഞതാ. എനിക്കിനി ഇതിന് അർഹതയുണ്ടോ എന്ന് പോലും ഞാൻ ആലോചിച്ചിട്ടില്ല.
പക്ഷെ കാവ്യ തകർത്ത എൻ്റെ ഹൃദയം പിന്നെ പതിയെ നോർമലായി വന്ന് നിന്നെ കണ്ട മുതലാണ്. സോ ഐ വാണ്ട് ടു ലിവ് വിത്ത് യു. പിന്നെ എൻ്റെ അമ്മയും തങ്കും എല്ലാവരും നിന്നെ അത്രമേൽ എന്നിലേക്ക് ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ പതിയെ ഞാനും. അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. വീതമ്പുന്ന ചുണ്ടുകളെ കൂട്ടിപ്പിടിച്ച് നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുകയാണ്. കാവ്യയെ ഞാൻ സ്നേഹിച്ചിരുന്നു. എല്ലാവരുടെയും താല്പര്യം അനുസരിച്ച് ഞാനും മനസ്സിനെ പാകപ്പെടുത്തിയിരുന്നു. പക്ഷെ അന്ന് ഞാൻ കണ്ട കാഴ്ച അത് തന്നെ മതിയായിരുന്നു മുന്നോട്ട് അവളെ എനിക്ക് മറന്നു കളയാൻ. എൻ്റെ പാതി, എൻ്റെ ഭാര്യ, ഞാൻ പ്രണയിക്കുന്നവൾ എൻ്റേത് മാത്രമാകണം, ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും. സോ ആ ചാപ്റ്റർ ഞാൻ അവിടെ തന്നെ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് അങ്ങനെയൊരു സംശയം ഇനി തനിക്ക് വേണ്ട. പിന്നെ അവൾക്ക് പകരമാണോ നീ എന്ന ചോദ്യത്തിന് എനിക്കപ്പോൾ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ അറിയില്ല. നിനക്ക് സമ്മതമാണെങ്കിൽ മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അതിനുള്ള ഉത്തരം നിനക്ക് കിട്ടും. ഇനി നിനക്കിതൊരു ഭാരമാണെങ്കിൽ അതിങ്ങ് ഊരി തന്നേക്ക് ഇപ്പൊ തന്നെ. അവനാകും പറഞ്ഞ് തൻ്റെ ഉള്ളംകൈ അവൾക്ക് നേരെ നീട്ടി. ആയിഷ ഞെട്ടി ധരിച്ചുകൊണ്ട് അവനെ നോക്കി. ശേഷം തന്നെ നെഞ്ചിലായി കിടക്കുന്ന അവന്റെ പേരെഴുതിയ മാലയുടെ ലോക്കറ്റ് കൈകൾ കൊണ്ട് തരില്ലെന്ന രീതിയിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പുറംതിരിഞ്ഞിരുന്നു. കാശി തനിക്ക് നേരെ പുറംതിരിഞ്ഞിരിക്കുന്നവളെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു. ഇനി നിങ്ങളായിട്ട് ഊരിയെടുക്കാൻ ശ്രമിച്ചാലും ഞാനിത് തരില്ല ദേവേട്ട എന്നവളുടെ ഹൃദയം അലമുറയിട്ടു. ഐഷ, ഞാൻ നിന്റെ ഈ മൗനം സമ്മതമായിട്ടെടുത്തോട്ടെ. ഇനി ഞാനുണ്ടാവും നിന്റെ കൂടെ. എൻ്റെ പെണ്ണായിരിക്കുന്നിടത്തോളം കാലം ഒരുത്തനും നിനത്തൊടില്ല. ഇത് ഈ കാശിദേവിൻ്റെ ഉറപ്പാ. വല്ലാത്തൊരു മൂർച്ചയുണ്ടായിരുന്ന അവൻ്റെ വാക്കുകൾക്ക്. അതുകൂടി കേട്ടതും അവൾ വെട്ടിത്തിരിഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവനൊരു ചിരിയോടെ അവളെ തന്നോട് ചേർത്തു. അമ്പലക്കുളത്തിലേക്ക് വന്ന ഒരാൾ ഈ കാഴ്ച കൊണ്ട് ഒരു ചിരിയോടെ തിരിച്ചുപോയി. ഐഷ, ആളുകൾ ശ്രദ്ധിക്കുന്നു. അവനൊരു ചിരിയോടെ പതിയെ അവളുടെ കാതിലായി പറഞ്ഞു. അപ്പോഴാണ് അവൾക്ക് താൻ എന്താണ് ചെയ്തെന്ന ബോധമുണ്ടായത്. ഒരു ഞെട്ടിലോടെ തന്നെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തിയപ്പോൾ ആ മാല അവന്റെ ഷർട്ടിന്റെ ബട്ടണിൽ കുടുങ്ങിപ്പോയി. അത് വലിഞ്ഞു പൊട്ടാതിരിക്കാൻ പെട്ടെന്ന് തന്നെ അവൾ അവനോട് അടുത്തു. കാശി ഒരു കുഞ്ഞു ചിരിയാലെ തന്റെ ഷർട്ടിലേക്ക് നോക്കി. അത് പൊട്ടിപ്പോകുമോ എന്ന പേടിയിൽ പെണ്ണ് മുറുകെ പിടിച്ചിട്ടുണ്ട്. അവനൊരു ശ്രദ്ധയോടെ അവിടെ കൈകൾ എടുത്തു മാറ്റി പതിയെ അത് വേർപ്പെടുത്തി കൊടുത്തു. പോവാം. അവൻ എന്റെ ഷർട്ടൊന്ന് ശരിയായിക്കൊണ്ട് പറഞ്ഞു. അവൾ പതിയെ തലയാട്ടി. പിന്നെ അവനെ നോക്കി. അവൻ എന്താണെന്ന ഭാഗത്തിൽ മുഖം ചുളിച്ച്. അത് മുത്തശ്ശി, അവൾ പേടിയോടെ പറഞ്ഞു. അതോർത്ത് തന്നെ ടെൻഷനാവണ്ട, ഞാൻ നോക്കിക്കോളാം. അവനവളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു. പിന്നെ കാസിം, അവനിനി പുറലോകം കാണില്ല. അതെല്ലാം ക്രിസ്റ്റി നോക്കിക്കോളും. അവനെന്റെ സുഹൃത്താ. ഇവിടെ ഇല്ലായിരുന്നു. നിന്നെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവൻ ഇൻഫോം ചെയ്തിരുന്നു. കാസിമയുടെ കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്ന വിവരം കിട്ടിയിരുന്നു. ശ്രദ്ധിക്കണം എന്നോട് പറഞ്ഞ. പക്ഷെ ഇവിടെ ഇങ്ങനെ ഈ സമയത്ത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അപ്പോഴേക്ക് അവർ നടന്ന് വണ്ടിക്കരികിലെത്തിയിരുന്നു. വാ, കയറ്. അവൻ ഫ്രണ്ടിലെ ഡോർ അവൾക്കായി തുറന്നു കൊടുത്തു. അവൾ വണ്ടിയിൽ കയറിയിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ വീട്ടിലേക്ക് തിരിച്ചു. തങ്കുവും ശ്രീദേവി എല്ലാം വീട്ടിലെത്തിയപ്പോൾ ഉമ്രത്തായി അംബികയും മുത്തശ്ശിയും ഉണ്ടായിരുന്നു. ഒരു സൈഡിൽ വീർപ്പിച്ച മുഖമായി എല്ലാം നോക്കിക്കൊണ്ട് കാവ്യയുമുണ്ട്. ശ്രീദേവി വിളിച്ചപ്പോൾ ചെറിയച്ഛനും തങ്കവും വേഗം വണ്ടിയെടുത്ത് അങ്ങോട്ടേക്ക് ഓടിയതായിരുന്നു. എന്താണ് കാര്യമെന്ന് കൂടി പറഞ്ഞില്ല. പിന്നെ ചെറിയമ്മ വിളിച്ചപ്പോഴാണ് എല്ലാ കാര്യങ്ങളും തങ്കു പറയുന്നത്. ശ്രീദേവിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുള്ളത് അവരൊരിക്കൽ ചെറിയമ്മയോടും മുത്തശ്ശിയോടൊന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ മുത്തശ്ശി എതിർപ്പൊന്നും മറുപടി പറഞ്ഞില്ല. കാരണം കാവ്യ തന്നെ മുത്തശ്ശി കണ്ടെത്തിയതായിരുന്നു. അവർക്ക് ഇനി ഈ കാര്യത്തിൽ ഇടപെടാൻ അർഹതയില്ലെന്ന് തോന്നിയിരുന്നു. വണ്ടിയുടെ ശബ്ദം കേട്ട് അകത്തുനിന്ന് ചെറിയമ്മയെ ഓടി വന്നു. അംബിക പറഞ്ഞറിഞ്ഞുകൊണ്ട് അരുണും താഴേക്ക് ഇറങ്ങി വന്നു. പറയാനാവാത്തൊരു നഷ്ടബോധം അവന്റെ ഉള്ളിലുണ്ട്. ഫോണിലൂടെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതിനാലും അംബികയുടെ സംസാരം കൂടിയായപ്പോൾ മുത്തശ്ശിയിൽ ഒരു ചെറിയ കനമൊക്കെയുണ്ട്. ശ്രീദേവിയിലും അമ്മ എന്തു പറയുന്ന ചെറിയ ടെൻഷനുണ്ട്. അവരെവിടെ? ചെറിയമ്മ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. അവര് വരും. തങ്കു ശ്രീദേവി അകത്തേക്ക് കൈപ്പിടിച്ച് കയറ്റി. ശ്രീദേവി പതിയെ മുത്തശ്ശിക്കരികിലായി വന്നു. അമ്മേ, എനിക്കങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി ഇതാരും പ്രതീക്ഷിച്ചില്ല. ആ സമയം അവരങ്ങനെ ചെയ്യുന്നത് ഞങ്ങളാരും കരുതിയതല്ല. അവരിപ്പോൾ വരും. അമ്മ അവരെ അനുഗ്രഹിക്കണം. ഒരിക്കലും നമ്മളായിട്ട് അവനൊരാളെ കാണിച്ചു കൊടുത്തു. അതവൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇതായിരിക്കും അവന്റെ വിധിയെന്ന് കരുതി അമ്മ നിറഞ്ഞ മനസ്സാൽ അവരെ അനുഗ്രഹിക്കണം. ഇതെല്ലാം കേട്ടുന്ന അംബികയ്ക്കും ഇനി എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. ഒരിക്കൽ തന്നെ മകളായിട്ട് നശിപ്പിച്ചാണ് അവന്റെ ജീവിതം. അവരോട് ഇനി എന്തെങ്കിലും പറയാൻ പോയാൽ താൻ ഇവിടുന്ന് പുറത്തു പോകേണ്ടി വരും. അംബിക മനസ്സിലോർത്തു. എൻ്റെ ദേവി, നീ പറഞ്ഞു തന്നെയാ ശരി. എനിക്ക് എൻ്റെ മോൻ്റെ സന്തോഷാ വലുത്. ഒരിക്കലും ഞാനായിട്ട് കണ്ടെത്തി കൊടുത്തതാ അവനൊരു തുണയെ. പക്ഷേ അവരത് പറഞ്ഞുകൊണ്ട് കാവ്യയെ നോക്കി. ഇതായിരിക്കാം ഭഗവാന്റെ തീരുമാനം. ഇനി നിങ്ങളൊക്കെ ആഗ്രഹിച്ച പോലെ നടക്കട്ടെ. എനിക്ക് സന്തോഷേ ഉള്ളൂ. മുഖത്ത് വലിയ തെളിച്ചൊന്നുമില്ലെങ്കിലും മുത്തശ്ശി പറഞ്ഞു. കാവ്യക്കുള്ളിൽ എവിടെയോ വലിയ സങ്കടം തോന്നി. കാശിയുടെ രൂപം അവളുടെ മനസ്സിലേക്ക് വീണ്ടും വന്നു. തന്നെ മറന്ന് അവൻ ഇത്രയും വേഗം വേറൊരാൾ സ്വീകരിക്കുമെന്ന് കരുതിയില്ല. വിവാഹം കഴിഞ്ഞ് അവന്റെ കൂടെ നിന്ന് ജെറിയെ പതിയെ ഒഴിവാക്കി കളയാനായിരുന്നു പ്ലാന്. പക്ഷേ അപ്പോഴേക്കും കാവ്യ വല്ലാത്തൊരു കുറ്റബോധത്തോട് ഓർത്തു.
അപ്പോഴേക്കും കാശിയുടെ കാറ് മുറ്റത്തെത്തിയിരുന്നു. ഐഷ വല്ലാത്തൊരു പേടിയോടെ ഡോറ് തുറന്നു. വാ, അവനവളെ വിളിച്ചു. തങ്കു വേഗം വന്ന് ഐഷയുടെ കൈ പിടിച്ചു. കാശി എല്ലാവരെയും നോയിക്കൊണ്ട് ഇറങ്ങി. പിന്നെ പതിയെ ഉമ്മറത്തേക്ക് കയറി. അവിടെ കസേരയിലിരിക്കുന്ന മുത്തശ്ശിയുടെ അടുത്തെത്തി. അവർക്കുമ്പിൽ മുട്ടൂത്തിയിരുന്ന ആ കൈ കവർന്നു. അവൻ തല ഉയർത്തി അവരെ നോക്കി. മുത്തശ്ശി, അനുഗ്രഹിക്കില്ലേ ഞങ്ങളെ? ഒരുപാട് ഇഷ്ടത്തോടെ തന്നെയാ അവൾ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടുന്നത്. പ്രാർത്ഥിക്കില്ലേ ഞങ്ങൾക്ക് വേണ്ടി? അവനവരുടെ കൈകൾ പിടിച്ചുകൊണ്ട് പതിയെ ചോദിച്ചു. തൊട്ടടുത്തിരിക്കുന്ന അമ്പിയേക്ക് അവൻ പറഞ്ഞ് വ്യക്തമായി കേൾക്കാമായിരുന്നു. തൻ്റെ അടുത്തിരുന്ന് ശാന്തതയോടെ പറയും തൻ്റെ കൊച്ചുമാൻ്റെ മുഖത്ത് നോക്കി മുത്തശ്ശിക്കും പിന്നെ ഒന്നും പറയാനില്ലായിരുന്നു. സുനന്ദേ, നിലവിളക്ക് എടുത്തുകൊണ്ട് വരിക, കുട്ടികളെ അകത്തോട്ട് കയറ്റി. മുത്തശ്ശി ചെറിയമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എല്ലാവരും ഒരു സമാധാനത്തോടെ പരസ്പരം നോക്കി. കാവ്യ പിന്തിരിഞ്ഞടക്കാൻ പോലും ആവാതെ ആ കാഴ്ച നോക്കി നിന്നു. അരുണും അവരെ തന്നെ നോക്കി. അവന് നോട്ടം കണ്ടതും കാശി തങ്കുവിൻ്റെ അടുത്തായി നിന്ന് ആയിഷയെ കൈപ്പിടിച്ച് തനിക്കരികിലേക്ക് നിർത്തി. ചെറിയമ്മ കൊണ്ടുവന്ന് നിലവിളക്ക് വാങ്ങാനായി അവനവളെ വിളിച്ചു. അവൾ തലയുയർത്തിയപ്പോൾ അത് വാങ്ങിക്കാൻ പറഞ്ഞു. അവൾ പിന്നിൽ നിൽക്കുന്ന ശ്രീദേവിയെയും മുന്നിലിരിക്കുന്ന മുത്തശ്ശിയെയും നോക്കി. വാങ്ങിക്കുക കുട്ടി, രണ്ടാളും പരസ്പര സ്നേഹത്തോടെ ഒരുപാട് കാലം ജീവിക്കാൻ ഈ മുത്തശ്ശിയും പ്രാർത്ഥിച്ചോളാം. അവളൊരു സമാധാനത്തോടെ അത് കൈനീട്ടി വാങ്ങി. ശേഷം വലതുകാലം വെച്ച് ആ വീടിന്റെ പടി കയറി. ഹാളിലെത്തിയ പാടെ എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നവൾക്ക് വേണ്ടി കാശി അത് വാങ്ങി പൂജാമുറിയിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോഴേക്കും എല്ലാവരും അകത്തേക്ക് കയറി വന്നിരുന്നു. അവൻ എല്ലാവരെയും നോയിക്കൊണ്ട് മുകളിലേക്ക് കയറാനഞ്ഞതും, കാശി ഒന്ന് വേഗം വരിക, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഞാനിപ്പോ മുത്തശ്ശി. അവൻ സ്റ്റെപ്പുകൾ ഓടിക്കയറി. തങ്കുവാണെങ്കിൽ ഐഷയെ വന്ന് കെട്ടിപ്പിടിച്ച് വാ. അവൾ വലിച്ചവളെ റൂമിലേക്ക് കൊണ്ടുപോയി. താങ്ക്സ് ഡി, ഐ ആം സോ ഹാപ്പി. എനിവേ, വെൽക്കം ഐഷ കാശിദേവ്. അവൾ കൈകൾ ഉയർത്തി സന്തോഷത്തോടെ തുള്ളിച്ചാടി. പക്ഷെ ഐഷയ്ക്ക് എന്തോ ഒന്നും ചിരിക്കാൻ പോലും ആയില്ല. എന്തൊക്കെയോ ചിന്തകൾ മനസ്സിൽ അങ്ങനെ കിടന്ന് കളിക്കുന്നു. അവൾ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. ഐഷ വാ, ഫുഡ് കഴിക്കാം എന്ന് ശ്രീദേവി വന്ന് വിളിച്ചപ്പോഴാണ് അവൾ ചിന്തയിൽ നിന്നുണർന്ന്. ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ, ദേഹമ പോയിക്കോ, ഞാനിപ്പോൾ വരാട്ടോ. അവൾ വേഗം ഡ്രസ്സ് മാറി തങ്കുവിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി. എല്ലാവരും ടേബിളിൽ കഴിച്ചു തുടങ്ങിയിരുന്നു. അവൾ ആരെയും ശ്രദ്ധിക്കാൻ നിൽക്കാതെ എന്തൊക്കെയോ കഴിച്ച് എഴുന്നേറ്റു. ഭക്ഷണം കഴിച്ച് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? കാശി ചോദിച്ചു. കാശി, നീ അമ്പലത്തിൽ വെച്ച് ഇവിടെ താലി കിട്ടിയോണ്ട് മാത്രം ഇതൊരു വിവാഹമായിട്ട് അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. 4 ആൾ അറിഞ്ഞു തന്നെ വേണം നിങ്ങളുടെ വിവാഹം. ദുബായിൽ നിന്ന് ചെറിയുടെ പപ്പ വിളിച്ചിരുന്നു അത്രേ. മുത്തശ്ശി അംബികയെ നോക്കി. അടുത്ത് തന്നെ വിവാഹം നടത്താമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, അല്ലേ അംബികയെ? അതെ അമ്മേ. അവൻ മേലെ തലയിരിച്ച് കാവ്യയെ നോക്കി. പിന്നെ നിറഞ്ഞ ചിരിയാലെ മുത്തശ്ശിയെയും നോക്കി. ശരി, നിങ്ങളെന്താ തീരുമാനിക്കുന്നത് അതുപോലെ. എന്നാൽ കാവ്യയുടെയും ചെറിയുടെയും വിവാഹ ദിവസം തന്നെ എൻ്റെ ആയിഷയുടെയും വിവാഹത്തിനും എനിക്ക് സമ്മതമാണ്. ഡേറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾ തീരുമാനിച്ചോളൂ. ആയിഷയോട് ഞാൻ പറഞ്ഞോളാം. അവൻ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. കാവ്യ ഒരു കുറ്റബോധത്തോടെ തലതാഴ്ത്തി. അമ്മയുടെയും ഏട്ടൻ്റെയും ശല്യപ്പെടുത്തലുണ്ടായിരിക്കാം ജെറിയും വീട്ടുകാരെ എത്രയും പെട്ടെന്ന് വിവാഹത്തിന് സമ്മതിച്ച്. ആ അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സിൽ ഒരിക്കലും തന്നെ പോലെ ഒരു മരുമകളായിരിക്കില്ല. പക്ഷെ അമ്മയുടെ ഭീഷണിയും നിർബന്ധവും കാരണം ജെറിക്കും വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. അന്ന് ജെറിയുടെ കൂടെ കാശി തങ്ങളെ ആ റൂമിൽ കണ്ട നിമിഷത്തെ ഓർത്ത് അവളുടെ തലവിരുത്തു. അവനാണിപ്പോൾ വേറൊരു ജാതിയിൽപ്പെട്ട ഒരുത്തിയെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നത്. രണ്ടുപേരെയും കാണുമ്പോൾ തന്നെ അറിയാം പരസ്പരം ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന്. കാശി അവനിങ്ങനെ മാറുമെന്ന് ഒരിക്കൽ പോലും കരുതിയില്ല. മാത്രമല്ല, തൻ്റെ മുന്നോട്ടുള്ള ജീവിതം അത്ര സുഖകരമായിരിക്കില്ല. കാരണം ജെറിക്കെല്ലാവരും ഒരു നേരം പോക്ക് മാത്രമാണ്. അത് തനിക്കറിയാവുന്നവർ വേറെ ആർക്കും അറിയില്ല. പക്ഷെ അന്ന് ആ അവസ്ഥയിൽ അതല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. കാവ്യ ഓർത്തു. ഇനിയെല്ലാം മുത്തശ്ശിക്ക് വിട്ടെടുത്തുകൊണ്ട് കാശി മുകളിലേക്ക് കയറിപ്പോയി. എല്ലാത്തിനും സാക്ഷിയായി നിന്ന അരുണിന്റെ മനസ്സും പല വഴിക്കായിരുന്നു. ഐഷയെ താൻ ഒരുപാട് മോഹിച്ചിരുന്നു. വെറുമൊരു അട്രാക്ഷൻ. മൂടിപ്പുതച്ച് അവൾ കൊണ്ടുനടക്കുന്ന ആ ശരീരത്തിനുള്ളിൽ എന്താണെന്നറിയാനുള്ള ഒരു കൊതി, അത് മാത്രമായിരുന്നു. പക്ഷെ ഇനി അത് പാടില്ല. ഇന്നു മുതൽ അവൾ കാശിയുടെ പെണ്ണാണ്. അത് മാത്രം മതി. ഇനി അവളെ നോക്കുന്ന പോലും ഭയക്കാൻ. കടിച്ച് കീറും അവൻ. കാരണം ബിസിനസ് ലോകത്തും പുറത്തുമായി ഈ വീട്ടുകാർക്കറിയാത്ത വേറൊരു മുഖമുണ്ടവന്. അത് അധികമാർക്കും അറിയില്ല. മേലേക്ക് പടികയറുമ്പോൾ അരുണ ആഗ്രഹം എന്നേക്കുമായി അവിടെ ഉപേക്ഷിച്ചു. അന്ന് പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് കാശി ഓഫീസിലേക്ക് ഇറങ്ങിയത്. അമ്മയോട് യാത്ര പറഞ്ഞ് ഐഷയെ നോക്കിക്കൊണ്ടാണ് അവൻ യാത്രയായത്. പെണ്ണിന്റെ വെപ്രാളം കണ്ടവന് ചിരി വന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവൾ ശ്രീദേവിയുടെ മടിയിൽ വന്ന് കിടന്നു. ദേമേ, എനിക്കെന്തൊരു പേടി പോലെ. അവൾ ആ മാലയിലൊന്ന് പിടിച്ചു. എന്തിന് അറിയില്ല, ഞാനും ദേവേട്ടനും. അവളൊന്ന് പറഞ്ഞു നിർത്തി. അവളുടെ ദേവേട്ടൻ എന്ന വിളി ശ്രീദേവിയുടെ മനസ്സിറച്ചു. എല്ലാവരും അവനെ കാശി എന്നാണ് വിളിക്കാറ്. അവൻ അവിടെ മാത്രം ദേവനായി. ഇന്ന് അമ്പലമുറ്റത്ത് ദേവേട്ടായി എന്ന് വിളിച്ച് അവനെ പുണർന്ന് ശ്രീദേവിയുടെ ഓർമ്മയിൽ തെളിഞ്ഞു. ആയിഷ, നിനക്ക് അവനെ ഇഷ്ടമായിരുന്നോ? അറിയില്ല. മരണത്തിൽ നിന്നൊരു പുതിയ ജീവിതം തന്നവനുള്ള നന്ദിയും പ്രാർത്ഥനയും മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എന്നെ പോലെ ഒരാൾക്ക് ആ ജീവിതത്തിലേക്ക് വരാനുള്ള അർഹതയുണ്ട് ദൈവമേ.
ഉണ്ടടി, പരസ്പരം അറിഞ്ഞ് സ്നേഹിച്ചും ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഒരാൾക്ക് ഒരാളിലായി ജീവിക്കാനാവില്ലെന്ന്. ശ്രീദേവി ഏതോ ഒരു ഓർമ്മയിൽ അവിടെ തലയിൽ തലോടി. എല്ലാം കേട്ടുകൊണ്ട് അവർക്കടുത്തായി തങ്കവും കിടന്നു. ഇനിയും നടന്നൊന്നും വിശ്വസിക്കാനാവാതെ ആയിഷ അങ്ങനെ കിടന്നു. ഇന്നത്തെ പുലരിൽ താനൊരു ഭാര്യയായിരിക്കുന്നു ആൾ വീണ്ടും മനസ്സിൽ പറഞ്ഞു. എന്തിനാണെന്നറിയാതെ ഉള്ളിൽ അബ്ബയുടെയും മുത്തശ്ശിയുടെയും മുഖം തെളിഞ്ഞു. നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതിരിക്കാൻ അവൾ ദേവമ്മയുടെ മടിയിലേക്ക് മുഖം പൂഴ്ത്തി. അന്നത്തെ രാത്രിയും കാശി ഓഫീസിൽ നിന്ന് എത്തിയിട്ടില്ല. അവിടെ എല്ലാവരും നേരത്തെ ഭക്ഷണം കഴിക്കുമെങ്കിലും എല്ലാവർക്കും കിടക്കാൻ പല സമയമാണ്. മുത്തശ്ശി വേഗം കിടക്കും. ശ്രീദേവി, സുനന്ദേ, ആയിഷ മോൾ അവന്റെ റൂമിലേക്ക് വിട്ടേക്ക്. 4 ആൾക്ക് സദ്യ വിളമ്പിയില്ലെങ്കിലും ഇന്ന് അവരുടെ വിവാഹം തന്നെ അല്ലായിരുന്നോ? ചടങ്ങുകളൊന്നും തെറ്റിക്കേണ്ട. മുത്തശ്ശി അതും പറഞ്ഞ് കിടക്കാൻ പോയി. അംബിക ദേഷ്യത്തോടെ അടുത്തിരുന്ന കാവ്യയെ നോക്കി അവളൊരു കുറ്റബോധത്തോടെ തലതാഴ്ത്തി. മുത്തശ്ശി, അത് ഞങ്ങളേറ്റ് എന്നും പറഞ്ഞ് തുള്ളിച്ചാടൻ തങ്കുവിനെ പിടിച്ചു വലിച്ച ആയിഷ റൂമിലേക്ക് ഓടി. തനു, എന്തൊക്കെയാടി ഇത്? എന്ത്? സോറി മോളെ, ഇനി മുതൽ നിന്റെ സ്ഥാനം ഇവിടെ കാശിയുടെ റൂമിലാ. ഈ കാര്യത്തിൽ എനിക്ക് നിന്നെ സഹായിക്കാനാവില്ല. നീ ഒന്ന് പോയി. ദേമേ, ഇതൊന്നും വേണ്ടാട്ടോ, പ്ലീസ്. അവൾ അവരോട് ദയനീയമായ രൂപത്തിൽ പറഞ്ഞു. എനിക്ക് നല്ല തലവേദന, ഞാൻ കയറി കിടക്കുക. ഗുഡ് നൈറ്റ് മക്കളെ. അതും പറഞ്ഞ് അവർ വേഗം കട്ടിൽ കയറി കിടന്നു. ശ്രീദേവി ഒരു ചിരിയോടെ ചെറിയമ്മയെ നോക്കി കണ്ണടച്ച് കാണിച്ചു. അവരും അതേ ചിരിയോടെ ചെറിയമ്മയെ റൂമിലേക്ക് പോയി. കുറച്ചുകൂടി കഴിഞ്ഞാണ് കാശി വീട്ടിലെത്തിയത്. അവൻ വേഗം ഫ്രഷായി താഴെ എത്തി. പതിവ് പോലെ എടുത്തു വെച്ചിരിക്കുന്ന ഫുഡ് എടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ശ്രീദേവി അങ്ങോട്ട് വന്ന്. കൂടെ ഒരാക്കി ചിരിയോടെ തങ്കുവും. എന്താടി കിടന്ന് വിളിക്കുന്നത്? അവളൊന്നുമില്ലെന്ന് ചുമല് കൂച്ചി. കാശിമോനെ, അവള് കിടന്നു. അവൻ ആരെന്ന രീതിയിൽ അവരെ നോക്കി. അത് ആയിഷ. അവനെന്തോ? അവൻ കൈ കഴുകാൻ എഴുന്നേറ്റു. ശ്രീദേവിയും തങ്കവും ആശ്വാസത്തോടെ പരസ്പരം നോക്കി. അവൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ലെന്ന് അവർക്ക് തോന്നി. കാശി, നിനക്ക് കേൾക്കണം, മുത്തശ്ശി ഇന്ന് മുതൽ അവളോട് നിന്റെ റൂമിൽ കിടക്കാൻ പറഞ്ഞു. അത് കേട്ടപാട് തലവേദനയാണെന്ന് പറഞ്ഞ് കയറി കിടന്ന ആ കള്ളർക്ക് നടിച്ച് കിടക്കുന്നുണ്ട്. തങ്ക ഒരു ചിരിയോടെ പറഞ്ഞു. ഓഹോ, അങ്ങനെയാണല്ലേ? സത്യം പറഞ്ഞ അക്കാര്യത്തെ കുറിച്ച് ഓർത്തിട്ട് പോലുമില്ല. മുത്തശ്ശി അങ്ങനെ പറയുന്നു കരുതിയില്ല. അവൻ ചിരിയോടെ മനസ്സിൽ വിചാരിച്ചു. അവൾക്ക് അങ്ങോട്ട് വരാനല്ലേ മടി. അവനൊരു കുഞ്ഞു ചിരിയോടെ മുകളിലേക്ക് കയറി. ഡി ആയിഷ, കളി, നിന്റെ തലവേദന മാറിയടി. തങ്ക അവൾക്കരിയിലേക്ക് നോണ്ടി കയറി അവൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ലടി, നല്ലോണം മാറിയില്ല, എനിക്ക് ഉറങ്ങണം, മാറിക്കേ. അവൾ അടുത്തായി വന്നിരുന്ന ദേവമയെ കെട്ടിപ്പിടിച്ച്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ വാതിലിറക്കുന്ന ശബ്ദം കേട്ടാണ് തങ്കു തിരിഞ്ഞു നോക്കിയത്. കയ്യിലൊരു തലയിണയും പിടിച്ച് കാശി. കാശി, നീ എന്താ ഇവിടെ? ദേവമയും തങ്കു ഒറ്റ സ്വരത്തിൽ ചോദിച്ചു. കണ്ണടച്ച് കിടന്നിരുന്ന ആയിഷ ഒരു പെടച്ചിലോടെ കണ്ണുകൾ വലിച്ചു തുറന്ന് തന്റെ പുതപ്പിൽ കൈമുറുക്കി. അതെന്താ, എനിക്ക് എന്റെ അമ്മയുടെ കൂടെ കിടന്നൂടെ? കുറച്ച് നീ കിടന്ന എല്ലാവരും. ആയിഷ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് അവൾക്കെതിരായി ശ്രീദേവിയുടെ മറ്റേ സൈഡിൽ വന്ന് കിടന്നവൻ. തങ്കുവും ശ്രീദേവിയും ഈ തങ്ങളുടെ കാശി തന്നെയാണോ എന്ന രീതിയിൽ പരസ്പരം നോക്കി. ആയിഷയാണെങ്കിൽ ഒരു വിറയലോടെ ശ്രീദേവിയുടെ വയറ്റിൽ ചുറ്റിപ്പിടിച്ചു. അവൻ ആയിഷയുടെ അപ്പുറം തല ഉയർത്തി തന്നെ നോക്കുന്ന തങ്കുവിനെന്ന് പുച്ഛിച്ചുകൊണ്ട് ആയിഷ കിടക്കുന്ന പോലെ മറുവശത്തായി അവരെ കെട്ടിപ്പിടിച്ച് കിടന്നു. കട്ടിലിന്റെ ഹെഡിലേക്കായി ചാരിക്കുന്ന ശ്രീദേവി നോക്കി അവനൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു. അവർ സ്നേഹത്തോടെ ഇരു കൈകൾ കൊണ്ട് രണ്ടാളുടെയും ചുമലിലൊന്ന് തട്ടിക്കൊടുത്തു. ആയിഷയ്ക്ക് തൊട്ടടുത്തായി കിടന്നിരുന്ന തങ്കുവിന്റെ ചുണ്ടിലും മനോഹരമായ ഒരു ചിരിയുണ്ടായിരുന്നു. ഇനി മുതൽ ഞാനും അമ്മയുടെ അടുത്ത് കിടക്കുന്നത്. ചിലരുടെയൊക്കെ കിടത്തം കണ്ടിട്ടോ ഇതിന് ഇത്രയും സുഖമുണ്ടെന്ന് മനസ്സിലാകുന്ന ഇപ്പോഴാ. അവൻ ആയിഷയെന്ന് പാളി നോക്കി. എവിടെ, പെണ്ണ് പുതപ്പെണ്ണ് മുഖം വരെ മറിച്ചാണ് കിടക്കുന്നത്. അവനൊന്നുകൂടി ശ്രീദേവി ചുറ്റിപ്പിടിച്ച് കണ്ണടച്ചു. ദേ, എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാം, വിവാഹത്തിന് ദിവസം കുറിച്ചിട്ടുണ്ട്, ഈ മാസം അവസാനം. കാവ്യയുടെയും ചെറിയുടെയും കൂടെ. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അവനവന്റെ റൂമിൽ പോയിക്കോണം. ശ്രീദേവി ഒരു കപട ഗൗരവത്തോടെ പറഞ്ഞു. കാശി ആ കിടപ്പിലും തന്നെ അമ്മയുടെ കൈ കവർന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ദേമേ, ഇതിപ്പോ ഞാൻ സ്ഥിരമായിട്ട് കിടന്നോണ്ടിരുന്ന, മിക്കവാറും ഞാനിവിടുന്ന് ഔട്ടാവുന്ന തോന്നുന്നു. തങ്കു കുറച്ച് ഉറക്കെ പറഞ്ഞു. ആരും ശ്വാസം പിടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് റിലാക്സ്. കാശി അങ്ങനെ കിടന്നുകൊണ്ടതിന് ഐഷയോടായി പറഞ്ഞു. ആ പുതപ്പിനിടയിൽ ഐഷ ഒരു ആശ്വാസത്തോടെ പതിയെ ശ്വാസം വിട്ടു. പുലർച്ചെ പതിയെ പോലെ ഐഷയാണ് കണ്ണു തുറന്നപ്പോൾ കണ്ടത് തന്റെ വശത്തേക്ക് ചെരിഞ്ഞെടുക്കുന്ന കാശി. തങ്ങൾക്ക് നടുവിൽ നിന്ന് ദേവം എഴുന്നേറ്റ് പോയിട്ടുണ്ട്. അവൾ കാശിയെ നോക്കിക്കൊണ്ട് അങ്ങനെ കിടന്നു. ആദ്യമായിട്ടാണ് താൻ ഇത്ര അടുത്തുനിന്ന് കാണുന്നത്. ഇവന് ദേവമ്മയുടെ ഒരു ചായയുമില്ല, അച്ഛന്റെ പോലെയാണെന്ന് തോന്നിപ്പോയി. ദേവമ്മ ബാത്റൂമിന്റെ വാതിൽ തുറന്നപ്പോൾ അവളൊരു പിടച്ചിലോടെ എഴുന്നേറ്റു. പതിവ് പോലെ അവർക്കൊരു ചിരി നൽകിക്കൊണ്ട് തങ്കുവിനെയും കാശിയെയും മാറി മാറി നോക്കി. തൊട്ടടുത്തുള്ള തങ്കുവിന്റെ റൂമിലേക്ക് പോയി. എന്നാൽ അമ്മ എഴുന്നേറ്റ് പോയത് മുതൽ അവൾ തന്നെ നോക്കിക്കിടന്നിരുന്ന കാശിയുടെ ചുണ്ടുകൾ അവൾ പോയപ്പോൾ അതിമനോഹരമായി ചിരിച്ചു. അവൻ പൂജാമുറിയിലേക്ക് പോവാൻ നിന്നിരുന്ന ശ്രീദേവിയുടെ കൈ പിടിച്ചു. താങ്ക്സ്. അവൻ അതും പറഞ്ഞ് അവിടെ കവളിൽ ഉമ്മയും കൊടുത്ത് തന്റെ തലയിണയും പിടിച്ച് മുകളിലേക്ക് കയറിപ്പോയി. ഐഷ പതിപോലെ തന്നെ തന്റെ പ്രാർത്ഥനയും കാര്യങ്ങളും കഴിഞ്ഞ് അടുക്കളയിലേക്ക് ഇറങ്ങി. ചായ തിളച്ച് വാങ്ങി വെക്കുമ്പോഴാണ് പുറകിൽ കൈകെട്ടി വാതിലിൽ ചാരി നിൽക്കുന്നവനെ കാണുന്നത്. അവളൊരു പിടച്ചിലോടെ തിരിഞ്ഞു നിന്നു. ഞാനൊരു മോർണിംഗ് വാക്കിന് പോവാ, കൂടെ പോയിരുന്നോ? അവൻ ചോദിച്ചു. അവൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഇല്ല എന്ന് പറഞ്ഞാൽ ഇനി അവന് വിഷമാവും എന്നിവരെ തോന്നി. അമ്മയോട് ചോദിച്ചിട്ടോ, എനിക്കല്പം സംസാരിക്കാനുണ്ട്.
ആളും തലയാട്ടിക്കൊണ്ടൊരു കപ്പിൽ ചായ അവന് നീട്ടി. മറ്റേ കപ്പെടുത്ത് ശ്രീദേവിക്കരിയിലേക്ക് നടന്നു. അമ്മയുടെ സമ്മതം കിട്ടിയപ്പോൾ അവൾ തങ്കുവിനെ ഒന്ന് പോയി നോക്കി. എല്ലാവരും എഴുന്നേറ്റ് പോയപ്പോൾ ഒരാശ്വാസത്തിൽ കയ്യും കാലൊക്കെ വിടർത്തിയിട്ട് സുഖമായിട്ട് ഉറങ്ങുകയാണ്. അവൾ വേഗം മുടിയിൽ കെട്ടിയ തോർത്തി വിരിച്ചിട്ട് ഷാള് തലയിലൂടെ ഇട്ടുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. അവളുടെ ഷൂ ലൈസ് കെട്ടിക്കൊണ്ട് അവൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മുറ്റത്തേക്ക് ഇറങ്ങി അവൾ ഷാൾ കൊണ്ട് ഒന്നുകൂടെ പുതച്ചു. നേരിയ മഞ്ഞും കോടയും എങ്ങും ഒരു പുകമയം സൃഷ്ടിച്ചിട്ടുണ്ട്. ഓം അവൾ തലവുലുക്കി. അവർ രണ്ടുപേരും കയറ്റി കടന്ന് റോഡിലേക്ക് ഇറങ്ങി. തണുപ്പ് കൊണ്ട് കൈ തിരുമുന്നവൾ അവനൊന്ന് നോക്കി. ഈ തണുപ്പിലൊരു കൂസലമില്ലാതെ കൈവീശി നടക്കുന്നവനെ ആയിഷ അമ്പരപ്പോടെ നോക്കി. മനോഹരമായ തോടും വയലും ഒക്കെ ഉള്ളൊരിടത്തെത്തിയത് അവൻ നിന്നു. അവനെ നോക്കിക്കൊണ്ട് ആയിഷയെ ആ കൈവരൽ പിടിച്ചുകൊണ്ട് അടുത്തായി നിന്നു. അമ്മ പറഞ്ഞില്ലേ മുത്തശ്ശി ഡേറ്റ് കൺഫേം ചെയ്തെന്ന്. കാവ്യയുടെയും ചെറിയുടെയും മാരേജിന്റെ അന്ന് തന്നെ. മുത്തശ്ശി അച്ഛനും പറയുന്ന കേട്ടു. ചെറിയച്ഛൻ അവളും തങ്കും വിളിക്കും പോലെ അച്ഛനെന്നാണ് വിളിക്കാറ്. നിനക്ക് സമ്മതമല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? അവനാളെ നോക്കി. ഇല്ല. അവൾ പതിയെ തലയാട്ടി. നിനക്ക് നിന്റെ വീട് മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, എനിക്ക് എൻ്റെ അബ്ബയെ വല്ല മിസ് ചെയ്യുന്നു. ഉദിച്ചു പൊന്നുന്ന പൊൻകിരണങ്ങളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. പിന്നെ മുത്തശ്ശി ആൻറ്റിയും ഞാനിനി അങ്ങോട്ട് തിരിച്ചു വരാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. എൻ്റെ അബ്ബയായിരുന്നു എൻ്റെ എല്ലാം. ഞാൻ അയാളെ വിവാഹം കഴിക്കാൻ സമ്മതിച്ച് അബ്ബയ്ക്ക് വേണ്ടിയാ. എന്നിട്ടും അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകി വന്നു. കാശി പതിയെ തന്റെ കൈകൾ ഉയർത്തി ആ കൈവിരൽ വെച്ചിട്ടുള്ളവരുടെ കൈക്ക് മുകളിൽ വെച്ച്. എനിക്കൊന്ന് കാണുന്നില്ല അബ്ബേ. ഈ മോളെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കോട്ടെ എന്ന് ചോദിക്കണം. നമുക്ക് പോയാലോ നിന്റെ നാട്ടിലേക്ക്? ആയിഷ ഞെട്ടിലോട് അവനെ നോക്കി. നിന്റെ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത് നമുക്ക്. പേടിക്കണ്ട. നിന്റെ അബ്ബയുടെ ആഗ്രഹം പോലെ നല്ലൊരു നിലയിലെത്തണ്ടേ? അവൻ അത്രമേൽ സ്നേഹത്തോടെ അവളോട് ചോദിച്ചു. ആയിഷ ഒന്ന് കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു.